Thank you everyone for joining in this live. Thank you for your time. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ ഫേസ്ബുക്ക് ലൈവ് മാധ്യമത്തിലൂടെ പ്രബോധിപ്പിച്ച് പോരുന്നതിൻ്റെ ഒരു മിനി റീക്യാപ്പ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഈ ലൈവ് ചെയ്യുവാൻ എന്നെ നിർബന്ധിതനാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ നിരന്തരമായി നടത്തുന്ന പ്രചരണങ്ങളാണ്. നിരപരാധികളും നിഷ്കളങ്കരുമായ ധാരാളം ആളുകൾ ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് കൊരിന്ത്യർക്ക് എഴുതുന്നുണ്ട്, പിന്നെയും ഞാൻ നിങ്ങൾക്ക് ആദ്യ പാഠങ്ങൾ തന്നെ ഉപദേശിക്കേണ്ടി വരുന്നു. എബ്രായരോട് പറയുന്നുണ്ട്, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരൊക്കെ ആകേണ്ടതാണ്, പക്ഷേ പാല് തന്നെ ആവശ്യമായിരിക്കും. അപ്പൊ അടിസ്ഥാനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ എബ്രായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അടിസ്ഥാന വിഷയങ്ങൾ വിട്ടിട്ട് കുറെ കൂടെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. പൗലൂസിന്റെ ലേഖനങ്ങളിൽ നിരന്തരമായി കാണുന്ന ഒരു പരിദേവനമാണത്. അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നവർ, അടിസ്ഥാന വിശ്വാസം നഷ്ടപ്പെടുന്ന അനുഭവം. അതുകൊണ്ട് വീണ്ടും ആ അടിസ്ഥാനങ്ങൾ നമ്മൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് കൊലാസ്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 25-ാമത്തെ വാക്യം, കൊലാസ്യ ലേഖനം 1:25, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഐ ആം എ സെർവന്റ് ഓഫ് ദ ചർച്ച്. ഞാൻ ഈ സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. അത് ഏത് സഭയുടെ ശുശ്രൂഷകൻ? വിശുദ്ധ പൗലോസ് ശ്ലീഹ ഏത് സഭയുടെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഏതൊരു സഭയുടെ ശുശ്രൂഷകനായിരുന്നുവോ ആ സഭയാണ് സത്യസഭ, ട്രൂ ചർച്ച്. വി ഹാവ് ടു റീഡിസ്കവർ ദാറ്റ് ചർച്ച്. നമ്മൾ പലയിടത്തും തങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഹിസ്റ്ററിയിലൂടെ പുറകോട്ട് പോകണം. സഭയെക്കുറിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. സഭയെക്കുറിച്ച് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ദൈവം മനുഷ്യരോട് ഇടപെടുന്ന എപ്പോഴും ഒരു രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ആദം മുതൽ ഉള്ള സകല മനുഷ്യരോട്. ഇപ്പൊ നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇന്ന് കുറച്ചു മുമ്പേ ഞാൻ ഒരു വ്യക്തിയുമായിട്ട് ആ കാര്യം നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചായിരുന്നു. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യേണ്ടതിനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യേണ്ടതിനാണ് യേശു കർത്താവ് വന്നത്. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യേണ്ടതിന്. അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന കവനന്റ് ഇസ്രായേലുമായിട്ട്, എബ്രായ 2:16 ഞാൻ വായിച്ചത്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യാൻ അബ്രഹാമിന്റെ സന്തതിയെ. അപ്പൊ ഇസ്രായേലുമായിട്ടാണ് ദൈവം കവനന്റ് മേഡ് ചെയ്തത്. ഇസ്രായേലുമായിട്ട് കവനന്റ് മേഡ് ചെയ്ത് പല കവനന്റുകളുണ്ടായിരുന്നു. ആ കവനന്റുകളുടെ അവസാനം, ദ ലാസ്റ്റ് കവനന്റ്, അവസാനത്തെ ഒടുക്കത്തെ കവനന്റ് വരികയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ 12 പേരും യഹൂദന്മാരായിരുന്നു.
യഹൂദന്മാർ ആയിരുന്നു. ഒരാൾ പോലും ഒരു വിജാതീയനില്ലായിരുന്നു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, യേശുവിന്റെ ശിഷ്യന്മാർ ഒരാൾ പോലും വിജാതീയനില്ല, എല്ലാവരും യഹൂദന്മാരാണ്. അവസാനത്തെ അത്താഴ നാളിൽ യേശു അപ്പം നുറുക്കി വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞത് സോൺലി ഫോർ ജൂയിഷ് പീപ്പിൾ. അപ്പൊ യഹൂദന്മാരുമായിട്ട് ദൈവം ചെയ്ത കവനന്റുകളുടെ അവസാനത്തെ ഒടുക്കത്തെ കവനന്റ് ആണ് യേശു കർത്താവ് കൊണ്ടുവന്ന അവസാനത്തെ കവനന്റ്. ഇത് ഒരു പുതിയൊരു കാര്യമല്ല, ഇത് തുടർച്ചയായിട്ട് വരുന്ന കാര്യമാണ്. ആ കോൺസെപ്റ്റിൽ നിന്നെല്ലാം പാശ്ചാത്യ ലോകം അതിനെ പിഴുതു മാറ്റിയിട്ട്, അതായത് അവിടെ നിന്നൊരു പുസ്തകം അപഹരിച്ചെടുത്തിട്ട് സ്വന്തമായി അവർ ഒരു കൾട്ട് രൂപപ്പെടുത്തി. എന്നിട്ടൊരു ബോധ്യം കൊടുത്തു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ മാനുവൽ ഉപയോഗിച്ച് സംഘടനകൾ തുടങ്ങാം. അങ്ങനെ പെരുകിയ സംഘടനകളാണ് ലോകത്ത് കാണുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂ ചർച്ച്. ട്രൂ ചർച്ച് എവിടെ നിന്നാണ് വരുന്നത്? അത് ആദ്യം മുതലുള്ളതാണ്. ആ സഭയിലേക്ക് വിജാതീയരെ സ്വീകരിക്കുകയാണ്. ആ സഭയിലേക്ക് വിജാതീയരെ സ്വീകരിക്കുകയാണ്. വിജാതീയരെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നത്. അല്ല, വിജാതീയർക്ക് സഭയില്ല. നമ്മളെ എന്ത് ചെയ്യാണ്? യഹൂദ മതാനുസാരികളാക്കി മാറ്റി. അന്നത്തെ കാലത്ത്, കർത്താവിന്റെ കാലത്ത് ജൂവിഷ് പ്രോസലൈറ്റ്സ് ഉണ്ടായിരുന്നു. ജൂവിഷ് പ്രോസലൈറ്റ്സ്, പ്രോസലൈറ്റൈസിങ്. ആ പ്രോസലൈറ്റൈസിങ് പ്രോസസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. That means join with Christ. ക്രിസ്തുവിനോട് ചേരുക. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് കാണും. അതാണ് വസ്തുത. അതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുള്ള, അല്പം പ്രയാസമുള്ള ഒരു വസ്തുതയാണ്. യഹൂദന്മാരുടെ ദൈവം ചെയ്തു പോകുന്ന ഉടമ്പടികളിൽ അവസാനത്തെ ഉടമ്പടിയായി യേശു കർത്താവ് വെച്ച ഉടമ്പടി. അതുകൊണ്ടാണ് യഹൂദ ദൈവാലയം, യെരുശലേം ദൈവാലയം തകർക്കപ്പെടുന്നത് വരെയും അപ്പോസ്തലന്മാർ പതിവായ യെരുശലേം ദൈവാലയത്തിൽ പോയിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ അവിടെ നിന്ന് ഒരു വേർപാട് പാലിച്ച് വേറൊരു സഭയായി മറ്റൊന്നായി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒന്നായിട്ടല്ല തുടങ്ങിയത്. അത് തുടർച്ചയായിട്ട് പോകുന്നതാണ്. ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റെവലേഷൻസ് പ്രോഗ്രസീവാണ്. നിഴലായിട്ട് ആ കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ, ഫോർമർ കവനൻസിന്റെ പീരീഡിൽ, മുൻകാല ഉടമ്പടികളുടെ കാലഘട്ടങ്ങളിൽ നിഴലായി ഇസ്രായേലിന് ലഭിച്ചിരുന്ന പലതും ക്രിസ്തു വന്നപ്പോൾ പൊരുളായി മാറി. ഹോളി സ്പിരിറ്റ് ജനങ്ങളിൽ നിരന്തരമായി വസിക്കുവാൻ തുടങ്ങുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും അവർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കിട്ടുകയാണ്. ആ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ആ ബെറ്റർ ലൈറ്റിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ വരികയാണ്. അല്ലാതെ ഇത് ഡിഫറൻ്റ് ആയിട്ടൊന്നല്ല. ഒത്തിരി പേര് അതുകൊണ്ട് പറയുന്നുണ്ട് ഇസ്രായേൽ വേറെയാണ്, സഭ വേറെയാണ്. ഇസ്രായേൽ വേറെയും സഭ വേറെയുമല്ല. കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. എന്തിനാണ്? നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന് നീയും പങ്കാളിയായി തീരേണ്ടതിന്. ഇപ്പൊ ഒത്തിരി ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരെ ദൈവം വേറെ സ്നേഹിക്കുന്നുണ്ട്, യഹൂദന്മാർക്ക് വേറെ പരിപാടികളുണ്ട്. യഹൂദന്മാർക്ക് വേറെ പരിപാടിയില്ല, ഈ ഫാമിലിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി പേര് യഹൂദന്മാരെ വലിയ ഭക്തിയോടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും കൊച്ചിയിലൊരു യഹൂദ വല്യമ്മ മരിച്ചപ്പം ഈ വളരെ ഭക്തിയോടെ, കൂടുതലും അത് ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടൊക്കെ ആളുകൾ ആർക്കാണ് യഹൂദ ഭക്തി വർദ്ധിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ കൃത്യം മുഖത്ത് തന്നെ തുപ്പണം എന്നുള്ളതാണ് ഒരു യഹൂദന്റെ ചിന്ത. അവന്റെ ആഗ്രഹം അതാണ്.
ഈ ക്രിസ്ത്യാനികൾ കരുതുന്ന പോലെ അങ്ങനത്തെ ഒരു സൗഹൃദമൊന്നും യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികളോടില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്കും അതിലുപരിയായി ബ്രദറുകാർക്കുമാണ് യഹൂദ ഭക്തി ഇങ്ങനെ പരവേശപ്പെടുന്നത്. അതിനകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ ES തോമസിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് അത്തരം അബദ്ധ ചിന്തകളില്ല. എന്നാൽ ചില ആളുകൾക്ക് ഇങ്ങനെ യഹൂദ ഭക്തി അങ്ങ് വർദ്ധിക്കുക. യഹൂദൻ എന്ന് കേട്ട് കഴിയുമ്പോൾ ആരാണ് യഹൂദൻ? അപ്പോസ്തലൻ പൗലോസ് ചോദിക്കണം, ഹൂ ഈസ് ജൂ? പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ റിയൽ ജൂ ആയിട്ട് നമ്മൾ ആരായിരുന്നു? നമ്മൾ മുന്നമേ അന്യരും പരദേശികളുമായിരുന്നു. വി ഡിഡ്ന്റ് ഹാവ് ആക്സസ് ടു ഗോഡ്സ് പ്രസൻസ്. നമുക്ക് ആ ദൈവസന്നിധിയിലേക്കുള്ള ആക്സസ് ഇല്ലായിരുന്നു. വി വെയർ എലിനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. നമുക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോ എന്തുണ്ടായി? നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ടായി, ഇസ്രായേൽ പൗരതയോട് സംബന്ധമുണ്ടായി. എന്ന് പറഞ്ഞാൽ ചർച്ച് ഈസ് നോട്ട് എ ഡിഫറന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇസ്രായേൽ തന്നെയാണ്. ദൈവത്തിന് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഒറ്റയൊരെണ്ണേ ഉള്ളൂ. അതാണ് ചർച്ച്. ആ ചർച്ചിനെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ആ സഭയുടെ ശുശ്രൂഷകനാണ് താനെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ആ സഭ. അപ്പൊ ആ സഭയ്ക്ക് വ്യക്തമായ ദർശനം ഉണ്ടായി. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരിലൂടെ പരിശുദ്ധാത്മാവും വെളിപ്പാടുകളെ നൽകി. ആ വെളിപ്പാടുകളിലൂടെ സഭ വ്യക്തമായി, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ പണ്ട് ഭാഗമായും അംശമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചതുപോലെയല്ല, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം വ്യക്തമായി വെളിപ്പെട്ടു. ആ വ്യക്തമായി വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ ഉപദേശം രൂപപ്പെട്ടത്. ആ ക്രിസ്തീയ ഉപദേശത്തിലാണ് ക്രിസ്തീയ സഭ വളർന്നു വന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആദിമകാലത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരൊറ്റ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയല്ലായിരുന്നു. അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ട് യൂണിറ്റി ഉള്ള ഒരു കാലഘട്ടമൊന്നും അല്ലായിരുന്നു. ആദിമകാലത്ത് തന്നെ പലതരത്തിലുള്ള ഹെരസികൾ, ഉപദേശ വ്യതിയാനങ്ങൾ സഭയിലുണ്ടായി. അത്തരത്തിലുള്ള ഉപദേശ വ്യതിയാനങ്ങൾക്കെല്ലാം എതിരെ ശക്തമായി നിലപാടുകൾ എടുക്കുകയും ആ ഉപദേശ വ്യതിയാനങ്ങളെ, ഹെരസികളെ മുഴുവൻ തുരത്തുകയും ചെയ്തു സഭ. അതിന് സമർത്ഥമായ നേതൃത്വം നൽകിയത് സുറിയാനി സഭയാണ്. സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ആ ഹെരസികളെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു. ഇടക്കാലത്ത് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ വന്നവരിൽ പോലും ചില ഉപദേശ പശുക്കൾ കടന്നു വന്നിട്ടുണ്ട്. അതിനെയും ആ സഭ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ചു. ഏകദേശം 80ഓളം ഹെരസികളാണ് പ്രത്യക്ഷപ്പെട്ടത്. 80ഓളം ഹെരസികൾ, 80 ഹെരസി. അപ്പൊ ഈ 80 ദുരുപദേശങ്ങളെയും വളരെ കൃത്യമായി എന്തുകൊണ്ട് അത് ദുരുപദേശമായിരിക്കുന്നു എന്ന് നിർവചിച്ച് സഭാധ്യക്ഷന്മാരെയും വിശ്വാസികളെയും ബോധ്യപ്പെടുത്തി ആ ദുരുപദേശങ്ങളെ നിരാകരിക്കുകയും ആ ദുരുപദേശങ്ങൾക്കെതിരായി ആ ദുരുപദേശങ്ങൾ ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള ലിറ്റർജി ക്രമീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സഭയിൽ പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് ഞാനിപ്പോൾ സുറിയാനി സഭയുടെ കാര്യം മാത്രമാണ് പറയുന്നത്, മറ്റ് അപ്പോസ്തോലിക സഭകളുണ്ട്, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ നോക്കിയാൽ ആ പ്രാർത്ഥനകൾക്കകത്തെല്ലാം ഏറ്റുപറച്ചിലുകളുണ്ട്, കൺഫഷൻസ്. ആ ഏറ്റുപറച്ചിലുകളിൽ ഓരോ ഏറ്റുപറച്ചിലും ഓരോ ഡോക്ട്രിനാണ്, അല്ലെങ്കിൽ ഓരോ ഹെരസികളെ എന്ത് ചെയ്യാണ് നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. ഓരോ ഹെരസികളെ റിജക്റ്റ് ചെയ്യുകയാണ്. വിശ്വാസ പ്രമാണം മാത്രമല്ല, മുഖ്യ വിശ്വാസ പ്രമാണമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കുർബാനയിലായാലും മറ്റു കൂദാശകളിലായാലും എല്ലാം ജനം പറയുന്ന പ്രതിവാക്യങ്ങളും ആഹ്വാനങ്ങളും പ്രതികരണങ്ങളും പ്രാർത്ഥനകളും ഈ പറയുന്ന പാട്ടുകൾക്കകത്തും എല്ലാം നമ്മുടെ വിശ്വാസത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, ഓരോ സെക്കൻഡിലും ഓരോ ഹെരസിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്.
ഓരോ ഹെരസിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ധൂപക്കുറ്റി വീശുന്നതിൽ പോലും അതിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ അത് എന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഹെരസികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെക്കാൾ ഈ കാര്യങ്ങളിൽ ബോധമുള്ളവരായിരുന്നു നമ്മുടെ മുൻ തലമുറക്കാർ. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസപരമായി മുന്നേറിയവരാണ്, ആധുനികരായ ആളുകളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത ഉണ്ടെങ്കിലും നമ്മുടെ പൂർവികർ, ഞാൻ ഉദ്ദേശിക്കുന്ന മലങ്കരയിലെ, സുറിയാനിക്കാരുടെ കാര്യമല്ല, മലങ്കരയിലെ പൂർവികർ ചരിത്രം പഠിക്കുമ്പോൾ ഉപദേശ വിഷയങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ കർക്കശത പുലർത്തിയിരുന്നവരും നമ്മളെക്കാൾ അധികമായി അവബോധമുള്ളവരുമായിരുന്നു. പല ആളുകളും പറയുന്നുണ്ടോ നമ്മുടെ വല്യപ്പന്മാർക്കൊന്നും അറിയത്തില്ല. കാരണം ഈ ബൈബിൾ വന്ന കാര്യം പറയുന്നത്, ബൈബിൾ ഈ രൂപത്തിൽ കിട്ടിയിരുന്നില്ലെങ്കിലും ക്രിസ്തീയ ഉപദേശത്തെക്കുറിച്ച് നമ്മളെക്കാൾ അധികമായി സൂക്ഷ്മതയുള്ളവരും ഗ്രാഹ്യമുള്ളവരും കർക്കശ നിലപാടുള്ളവരുമായിരുന്നു നമ്മുടെ പൂർവികർ. വളരെ വ്യക്തമാണ്. കാരണം അവർ ഓരോ ശീഷ്മകൾ, ഓരോ ദുരുപദേശങ്ങൾ വരുമ്പോഴും അവയെ ചെറുത്തു തോൽപ്പിച്ചിരുന്നു. അവർക്ക് കൺകോർഡൻസ് ഇല്ലായിരുന്നു, അവർക്ക് ബൈബിൾ ഇല്ലായിരുന്നു, അവർക്ക് ഒത്തുവാക്യങ്ങൾ ഇല്ലായിരുന്നു, അവർക്ക് ലെക്സിക്കൺ ഇല്ലായിരുന്നു, അവർക്ക് ഗ്രീക്ക് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവർക്ക് ഉപദേശം അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഉപദേശം അറിയത്തില്ല. നമുക്ക് നിർഭാഗ്യവശാൽ ഉപദേശം അറിയത്തില്ല. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ആ ഉപദേശം അറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ദുരുപദേശ പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ആൾ. ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വീഡിയോകൾ എനിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇൻബോക്സിൽ അയച്ചു തരുന്നു. എന്തുകൊണ്ട് അവരത് അയച്ചു തരുന്നു എന്ന് വെച്ചാൽ അത് കേട്ടിട്ട് അവർ ചഞ്ചലപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഒരാവശ്യമുള്ള കാര്യമല്ല. എന്നാലും സെബാസ്റ്റ്യന്റെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്രം എന്താണ് എന്ന് സത്യവിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്തുകൊണ്ട് സെബാസ്റ്റ്യനെ അവഗണിക്കുന്നു എന്ന ചോദ്യം പലരും ചോദിക്കുന്നു. അവഗണിക്കുന്നതിന്റെ കാരണം, അടിസ്ഥാനപരമായി ദൈവവിശ്വാസം, നമ്മൾ പല വിശ്വാസങ്ങളുണ്ട്. വിശ്വാസങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് തിയോളജിയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ച് ഉണ്ട് ദൈവശാസ്ത്രത്തിന്. ഇപ്പൊ ബിബ്ലിയോളജി എന്ന് പറഞ്ഞാൽ ബൈബിളിനെ സംബന്ധിക്കുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബൈബിൾ വിജ്ഞാനീയം എന്ന് വേണമെങ്കിൽ പറയാം. വേദപുസ്തക വിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ ബൈബിൾ എങ്ങനെ ഉണ്ടായി, ബൈബിൾ കാനനൈസേഷൻ എങ്ങനെ ഉണ്ടായി, ഇന്നറൻസി എന്നാൽ എന്താണ്, ഇൻസ്പിറേഷൻ എന്നാൽ എന്താണ്, അതോറിറ്റി എന്നാൽ അതോറിറ്റി അതർ ദാൻ ദ ചർച്ച്, അപ്പാർട്ട് ഫ്രോം ദ ചർച്ച് ഈസ് ദയർ എനി അതോറിറ്റി ഫോർ ദ ബൈബിൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ബൈബിളിന്റെ ഉത്ഭവം, ബൈബിളിന്റെ ക്രോഡീകരണം, ബൈബിളിന്റെ കാനോനീകരണം, ബൈബിളിന്റെ ആധികാരികത, ബൈബിളിന്റെ കൃത്യത, ബൈബിളിന്റെ ദൈവനിശ്വസ്തത, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ചാണ് ബിബ്ലിയോളജി. പിന്നെയുള്ളത് തിയോളജിയാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവമാരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവത്തെക്കുറിച്ച്, ഗോഡ് എന്നുള്ളത് പഠിക്കുന്നതാണ് തിയോളജി. മൂന്നാമത്തെ ബ്രാഞ്ച് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിജ്ഞാനിയും. അപ്പൊ ക്രിസ്തു ആരാണ്, ക്രൈസ്റ്റ്, ഹു ഈസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ക്രിസ്റ്റോളജി. പിന്നെയുള്ളത് ന്യൂമാറ്റോളജി എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ വിജ്ഞാനീയം എന്ന് പറയും. പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ്, വ്യക്തിയാണോ, ശക്തിയാണോ, പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു, പുതിയ നിയമത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണ്, ഭാവിയിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഹോളി സ്പിരിറ്റ്, അതാണ് പരിശുദ്ധാത്മ വിജ്ഞാനീയം. ഈ 4 ബ്രാഞ്ച് കഴിഞ്ഞാൽ 5ാമത്തെ ബ്രാഞ്ചാണ് ആന്ത്രോപോളജി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരവംശ വിജ്ഞാനീയമാണ്. അത് മനുഷ്യവർഗത്തെ കുറിച്ച്, ഹു ഈസ് മാൻ, ഹൗ ഹി കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പം മനുഷ്യന് 3 ഘടകങ്ങളാണോ 2 ഘടകങ്ങളാണോ, അപ്പം ദേഹം, ദേഹി, ആത്മാവെന്ന് 3 ഉണ്ടോ, അതോ ദേഹം, ദേഹി, അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ എന്ന 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. അതിന് നരവംശ വിജ്ഞാനീയമാണ്, അതിന് ഈ ആന്ത്രോപോളജിയാണ്. അപ്പൊ അതാണ് ട്രൈക്കോട്ടമി ആണോ ഡൈക്കോട്ടമി ആണോ. ട്രൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ് 3 ഉണ്ട്. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംവാദങ്ങൾ വരുന്ന ആ ഭാഗത്താണ്. അപ്പൊ അതാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി കഴിഞ്ഞാൽ പിന്നുള്ള ഹമാർഷിയോളജി എന്ന് പറയും. ഹമാർഷിയോളജി എന്ന് പറഞ്ഞാൽ പാപവിജ്ഞാനീയം. പാപം എന്നാൽ എന്താണ് പാപം, വാട്ട് ഈസ് സിൻ. അപ്പോൾ സിന്നിനെ ഡിഫൈൻ ചെയ്ത് അതാണ് പാപവിജ്ഞാനീയം. ഹമാർഷിയോളജി കഴിഞ്ഞാൽ പിന്നെയുള്ളത് സോറ്റീരിയോളജിയാണ്. അത് രക്ഷാവിജ്ഞാനീയമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാൽ എന്താണ്, എതിൽ നിന്നാണ് രക്ഷ, എങ്ങനെയാണ് രക്ഷ വന്നത് എങ്ങനെയാണ്, അത് ക്രിസ്തുവിന്റെ മരണം രക്ഷയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്,
അത് പ്രൊപ്പീഷിയേഷൻ ആണോ നടന്നത്, അതോ അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് സോറ്റീരിയോളജി. സോറ്റീരിയോളജി കഴിഞ്ഞാൽ പിന്നെയുള്ളത് എക്ലീഷിയോളജിയാണ്. എക്ലീഷിയോളജി എന്ന് പറഞ്ഞാൽ സഭാവിജ്ഞാനീയം. സഭ എന്നാൽ എന്താണ്, സഭയുടെ സ്വഭാവം എന്താണ്, അപ്പോൾ സഭയുടെ ആരാധനാ രീതികൾ, സമ്പ്രദായങ്ങൾ, അങ്ങനെ സഭാവിജ്ഞാനീയം, അതാണ് എക്ലീഷിയോളജി. എക്ലീഷിയോളജി കഴിഞ്ഞാൽ പിന്നെയുള്ളത് എസ്കറ്റോളജി. എസ്കറ്റോളജി പറഞ്ഞാൽ ഭാവികാല വിജ്ഞാനീയം, എന്തായി തീരും, ഫ്യൂച്ചർ. ഇതാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ. അപ്പൊ ഇതിനകത്തൊക്കെയാണ് ഉപദേശങ്ങളും ഉപദേശ തർക്കങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ കിടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയുള്ള പല പല ബ്രാഞ്ചുകൾ നമുക്കുണ്ടെങ്കിലും പിന്നെ വേറെ ഉപപിരിവുകളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഏഞ്ചലോളജി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഏഞ്ചലോളജി എന്ന് പറഞ്ഞാൽ ദൂതവിജ്ഞാനിയും ദൂതന്മാരെ പറ്റി പഠിക്കുന്ന ഏഞ്ചലോളജി. ഡീമണോളജി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ പറ്റി, പിശാചുക്കളെ പറ്റിയൊക്കെ പഠിക്കുന്ന, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല പല ഓളജികളുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പരമപ്രധാനമായതുള്ളത് തിയോളജി. ഈ തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവമാരാണ്. നിങ്ങൾ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം കാണണമെങ്കിൽ പെന്തക്കോസ്തുകാരുടെ വിശ്വാസ പ്രമാണം എടുക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് IPC എന്ന് പറഞ്ഞാൽ നല്ലൊരു സഭയാണ് ഇന്ത്യയിലുള്ള, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് IPC എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് IPCയുടെ ഭരണഘടനയൊക്കെ കിട്ടി അതിനകത്ത് വായിച്ചാൽ മതി. അപ്പം IPCയുടെ ഭരണഘടന എടുക്കുക, IPCയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. അതിൽ ഒന്നാമത്തെ ക്ലോസ് 66 പുസ്തകമുള്ള ബൈബിൾ ദൈവനിശ്വാസ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ആര് പറഞ്ഞു? അപ്പൊ ഏറ്റവും വലിയ തമാശാണ്, ഈ 66 പുസ്തകമാണ് ബൈബിളിലുള്ളതെന്ന് ബൈബിൾ പറയുന്നില്ല. 66 പുസ്തകത്തിൽ പൂർണ്ണതയുണ്ടെന്നും ബൈബിൾ പറയുന്നില്ല. പക്ഷെ ഇവരങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇവരെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഒന്നേ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഈ തലയില്ലാത്ത ആളുകൾ ഇങ്ങനെ അഭിനയിക്കുന്ന സിനിമ പോലെ ഇരിക്കും, തലയില്ല. അപ്പൊ അത് തെറ്റാണ്. ഞാൻ ഒരിക്കലും പെന്തക്കോസ്തുകാരുടെ പിണക്കം കൊണ്ട് പറയല്ല. ഇപ്പൊ അവർ പെന്തക്കോസ്തുകാരെല്ലാം കൂടെ ചേർന്ന് എന്തോ ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട്. ഈ മാത്യു ചെമ്പ് കണ്ടെത്തില്ലെന്നൊക്കെ പറഞ്ഞ സഹോദരനും അനിൽ കൊടുത്തോട്ട് അവരെ എന്നോട് കഴിഞ്ഞ ദിവസം മാത്യു ഒക്കെ സംസാരിച്ചായിരുന്നു. അപ്പം എന്റെ പേര് മറന്നുപോയി. സിനഡ് എന്ന് പറഞ്ഞ് അവരൊരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒന്നാം സ്ഥാനത്ത് ഈ ബൈബിളിനെ വെക്കാതെ ദൈവത്തെ വെക്കണം. ദൈവത്തെ ഓർത്ത്. സുറിയാനി സഭകളിൽ നിന്നൊക്കെ പെന്തക്കോസ്തിൽ പോയവരെ കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. കാരണം ഞാനും അതിനകത്തായിരുന്നു. വളരെ കഷ്ടമാണ്. എത്ര അയോഗ്യമാണത്. നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പം നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്നൊന്നുമല്ല. അപ്പൊ ഒന്നാം സ്ഥാനം ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ. അപ്പൊ ദൈവം ആരാണെന്ന് നിർവചിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം. ഒന്നാമത്തെ സ്റ്റെപ്പ്, വിശ്വാസ പ്രമാണത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് നിക്കാ വിശ്വാസ പ്രമാണം തുടങ്ങുമ്പോൾ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണം. ഡിഫൈൻ ചെയ്യാണ്. ആദ്യം വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡിക വരുമ്പോഴേക്കും പറയുന്നത് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ഇതിപ്പം തന്റെ വലിയ ഭാഗത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വെൽ ഡിഫൈൻഡ്. അതെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ആരാണ്, പുത്രനായ ക്രിസ്തു ആരാണ്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ്
മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ാണ് വിശ്വാസ പ്രമാണം. അപ്പൊ അവിടെ എന്തെല്ലാം വന്നു? തിയോളജി വന്നു, ക്രിസ്റ്റോളജി വന്നു, ന്യൂമാറ്റോളജി വന്നു, എക്ലീഷിയോളജി വന്നു, എസ്കറ്റോളജി വന്നു. അതിന് ബിബ്ലിയോളജി ഒന്നുമില്ല. ഞങ്ങൾ 66 പുസ്തകത്തിൽ വിശ്വസിക്കുന്നോ ബൈബിൾ വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പൊ വിശ്വാസ പ്രമാണം ഇപ്പൊ അടുത്ത പ്രാവശ്യമെങ്കിലും പെന്തക്കോസ്തുകാർ ഇത് റീഡിഫൈൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾ ദൈവം ആരാണെന്നുള്ളതൊന്ന് നിർവചിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്ന് പറയണം. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്ന. അപ്പൊ അതാണ് ദൈവത്തിൽ വിശ്വാസം. ദൈവത്തെക്കുറിച്ചൊന്നും ബോധ്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ദൈവശാസ്ത്രപരമായ നിലപാടുകളിൽ വലിയ വൈരുദ്ധ്യം, അവ്യക്തത ഉണ്ട്. അപ്പൊ ആ അവ്യക്തതയാണ് കഴിഞ്ഞ നാളുകളിൽ ബോധ്യപ്പെട്ടത്. വലിയ അവ്യക്തതയുണ്ട്. കാരണം ഈ പല കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇവർക്ക് പല അവ്യക്തതകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവാദമായ ഒരു പ്രസ്താവനയാണ് ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകാർണേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇൻകാർണേഷനെ നിഷേധിച്ചാൽ സകല ക്രിസ്ത്യൻ ഡോക്ട്രിനും നിരാകരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസം മുഴുവൻ തിരസ്കരിക്കുന്നതിന് തുല്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തെ മുഴുവൻ തിരസ്കരിക്കുന്നതിന്. ഇപ്പം ഞാനൊരു സെക്കൻഡ് നോക്കട്ടെ. ഒരു യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. സുവിശേഷവും തിരുവെഴുത്തും ലോകത്തെവിടെ ചെന്നോ അവിടെയൊക്കെ മനുഷ്യൻ വെളിച്ചം കണ്ടിട്ടുണ്ട്. അതാ വസ്തുത. അമേരിക്ക തന്നെ എടുക്കാം. ഈ അമേരിക്ക ഇത്രയും വൾഗറായത് 1-2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമാണ്. അതിനു മുമ്പുള്ള ഒരു അമേരിക്കൻ കോമ്പറ്റീഷൻ ആയിട്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ BPL കാർഡ് കിട്ടാൻ വേണ്ടി. ബുദ്ധദേവന്റെ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ തെറ്റായൊരു കാര്യമാണ്. ST കൺവേർട്ട് ചെയ്താൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, BCom ബിരുദധാരികൾ, MCA കഴിഞ്ഞവർ, MBA കഴിഞ്ഞു. ഞാൻ ആ ഭാഗം നോക്കുകയാണ് ഒരു സെക്കൻഡ്. അവതാരം. യേശു അവതാരമല്ല, മാനിഫെസ്റ്റേഷനാണ്. ഒരു മാനിഫെസ്റ്റഡ് ക്രൈസ്റ്റ് എന്താണ് ലോകത്തോട് പഠിപ്പിച്ചത് അത് വിശ്വസിക്കുന്നതാണ് ലളിതാർത്ഥത്തിൽ ക്രിസ്ത്യാനി. ഇതാണ് അൽക്കൊടുത്തോട്ടം പറയുന്നത്. യേശുക്രിസ്തു മാനിഫെസ്റ്റേഷൻ ആണ്. ഇത് രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഒരു സംഭാഷണം ന്യൂമ ഹെർമന്യൂട്ടിക്സിന്റെ ആഭിമുഖ്യത്തിൽ ഡെനീസ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഇൻകാർണേഷനിൽ വിശ്വസിക്കുന്നില്ല. അനിൽ കുടുത്തോട്ടം പറയുകയാണ്, ഞങ്ങൾ ഇൻകാർണേഷനിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ മാനിഫെസ്റ്റേഷനിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ആ ഭാഗം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അത് തെറ്റാണ്. കാരണം അതൊരു ഹെരസിയാണ്,
മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഹെരസിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ലിപ്പ് ഓഫ് ടങ്, ഒരു നാക്കുപിഴവിന്റെ ഒരു ഔദാര്യം അല്ലെ ഒരു ആനുകൂല്യം. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട്, വർഗീസ് ശാമുവൽ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് അനിൽ കൊടിത്തോട്ടത്തിന് പറ്റിയ ഒരു നാക്കുപിഴവാണ്. അല്ല, നാക്കുപിഴവല്ല. കാരണം നാക്കുപിഴവാണെന്ന് ഇപ്പൊ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. പക്ഷേ ഈ രാഹുൽ ഈശ്വറുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ അദ്ദേഹം വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇൻകാർണേഷനിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മറുപടിയായിട്ട് അദ്ദേഹം വീണ്ടും അടുത്ത ലൈവിൽ പറയുകയാണ്, ഇൻകാർണേഷൻ ഇല്ലെങ്കിൽ ട്രിനിറ്റി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ആര് വിശ്വസിക്കുന്നു? അതൊക്കെ തെറ്റാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് മാനിഫെസ്റ്റേഷനിലാണ്. അപ്പൊ ഞങ്ങൾ കേവലം മാനിഫെസ്റ്റേഷനിലാണ് വിശ്വസിക്കുന്നത് എന്ന് അനിൽ കൊടിത്തോട്ടൻ 2 വീഡിയോയിൽ 2 പ്രാവശ്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. ഇനിയും നിങ്ങളത് ഒരബദ്ധമാണ് അല്ലെങ്കിൽ നാക്കുപിഴവാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിലനിൽക്കും? അത് നാക്കുപിഴവല്ല, വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും സീരിയസ് ഹെരസിയാണ്. ഏറ്റവും സീരിയസ് ഹെരസി. കാരണം ക്രിസ്തു നിഷേധമാണ്. ക്രിസ്തു നിഷേധം. അപ്പൊ ഈ ക്രിസ്തു നിഷേധം നടത്തുന്ന ഇവരുമായിട്ട്, അപ്പൊ ഈ ക്രിസ്തു നിഷേധം എന്ന് പറയുന്നത് നിലനിൽക്കാത്ത ഒരു വിശ്വാസമൊന്നുമല്ല. അപ്പൊ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഈ ക്രിസ്തു നിഷേധമാണ് സെബാസ്റ്റ്യൻ ഹോൾഡ് ചെയ്യുന്നത്, ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ. അപ്പൊ ഞാനത് സാമ്പിൾ കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. യഹൂദന്മാരുടെ ദൈവമായ യഹോവ അഥവാ യേശുക്രിസ്തു സാക്ഷ്യം പറഞ്ഞ തന്റെ പിതാവ്, ആ യഹോവ അഥവാ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം തന്നെ ജഡധാരണം എടുത്തു വന്നതാണ് ക്രിസ്തു എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. സംഭാവന എന്റെ പേരിലാണ് വിളിക്കുന്നത്. പഠിപ്പിച്ചത് അത് വിശ്വസിക്കുന്നതാണ് ലളിതാർത്ഥത്തിൽ ക്രിസ്ത്യാനി. അപ്പോ യഹൂദന്മാരുടെ ദൈവമായ യഹോവ അഥവാ യേശുക്രിസ്തു സാക്ഷ്യം പറഞ്ഞ തന്റെ പിതാവ്, ആ യഹോവ അഥവാ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം തന്നെ ജഡധാരണം എടുത്തു വന്നതാണ് ക്രിസ്തു എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇത് തന്നെ ഞങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു ദൈവമേ ഉള്ളൂ, പിതാവായ സൃഷ്ടാവായ ഏകദൈവം. ആ ഏകദൈവം നമ്മുടെ പിതാവും സൃഷ്ടാവുമായ അദൃശ്യനായ ആകാശങ്ങളും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ആ ജനസിൽ മറ്റൊരുത്തനുമില്ലാത്ത, എന്നെ പോലെ അനേക മനുഷ്യരുണ്ടെങ്കിൽ ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല, മറ്റൊരുത്തനില്ല, മറ്റൊരു ഏലില്ല എന്ന് പറയുന്ന ആ ദൈവം ഒരു മനുഷ്യനെ പ്രത്യക്ഷനായതാണ് യേശു എന്ന് ഞങ്ങളും പറയുന്നു, ഇദ്ദേഹവും പറയുന്നു. ഇനി അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നത്, അങ്ങനെയുള്ള ക്രിസ്തു പഠിപ്പിച്ചത് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ ഈ അൽകൊടുത്തോടെ മാസ്റ്റർ പറയുന്നത് തൃത്വക്കാരെ ക്രിസ്ത്യാനികളല്ലെന്ന്. കാര്യം തൃത്വക്കാരുടെ ക്രിസ്തു ഇങ്ങനെയല്ല. യഹോവയായ ദൈവം ജഡരൂപം. ഇപ്പൊ മനസ്സിലായോ? തൃത്വക്കാരുടെ ക്രിസ്തു അങ്ങനെയല്ല. നിങ്ങൾ ആ ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നതിന്റെ അപകടം. നിങ്ങൾ ഈ പെട്ടെന്ന് ഒരു കാര്യം കേട്ടിട്ട് ഇതങ്ങ് കൺക്ലൂഷനിലേക്ക് എടുത്ത് ചാടുകയാണ്. അതെത്ര വണ്ടർഫുൾ ഡോക്ടർ. വണ്ടർഫുൾ അല്ല. അപ്പം അനിൽ കൊടിത്തോട്ടം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇൻകാർണേഷനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വചനം മാംസമായി തീർന്നു. The word became flesh. ഇൻകാർണേഷൻ. അപ്പം മിസ്റ്ററി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ മർമ്മം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മർമ്മം? അവൻ ജഡത്തിൽ വന്നു. അപ്പം വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിരാകരിക്കുകയാണ്. എന്നിട്ട് സെബാസ്റ്റ്യൻ അതിനെ എൻഡോഴ്സ് ചെയ്യാണ്. സെബാസ്റ്റ്യൻ പറയുകയാണ്, ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. തൃത്വക്കാരുടെ ക്രിസ്തു നമ്മുടെ ക്രിസ്തു അല്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അത് തന്നെയാണ് ഇത്രയും നാൾ ഞാനും പറഞ്ഞത്. ഞങ്ങളുടെ യേശു അല്ല നിങ്ങളുടെ യേശു. അത് തന്നെയാണ് ഞാൻ സുറിയാനിക്കാരോട് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പെന്റക്കോസ്തുകാരുടെ യേശു എ ഡിഫറന്റ് യേശു ആണ്. അത് തന്നെയാണ് പൗലോസ്ലീഹ പറയാനുള്ളത്. അത് മറ്റൊരു യേശു. കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതി പറയാണ്, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. അപ്പൊ യഥാർത്ഥ യേശു ഏതാണ്? ഹിസ്റ്റോറിക്കൽ ജീസസ്,
ആൻഡ് ഹിസ്റ്റോറിക്കൽ ജീസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ചർച്ച്. ചരിത്രപരമായ ചാരിത്രിക സഭയുടെ ചരിത്രത്തിൽ ആ സഭ വിശ്വസിച്ച യേശുണ്ട്. ആ യേശു ആരാണ്? വചനം മാംസമായി തീർന്ന ആ യേശു. കൃപയും സത്യവും നിറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയ യേശു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കാതുകളാൽ ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ആ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ സ്പഷ്ടമായിട്ട് എഴുതുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ആരെക്കുറിച്ച് പറഞ്ഞോ ആ അവതരിച്ച വചനമായ സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമായ യേശുക്രിസ്തു. ഇതാണ് സഭയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ ക്രിസ്തു. ഈ ക്രിസ്തുവിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഈ സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നത്. അത് സീരിയസ് ഹെരസിയാണ്. ആ ഹെരസിയുടെ ഗൗരവം ഒരു മുൻ കത്തോലിക്കൻ എന്ന നിലയ്ക്ക് ഗ്രഹിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട വ്യക്തിയാണ് മാത്യു ചെമ്പുകണ്ടത്തിൽ. അദ്ദേഹത്തിന്റെ ചെമ്പും പുറത്തായി. കാരണം മാത്യു ചെമ്പുകണ്ടത്തില് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം കത്തോലിക്ക സഭയോടുള്ള അന്ധമായ വിരോധ നിമിത്തം, കത്തോലിക്ക സഭയോടുള്ള അന്ധമായ വിരോധം അല്ലെങ്കിൽ കത്തോലിക്കരായ തന്റെ ബന്ധുക്കളോടുള്ള വിരോധം, അതാണ് അതിന്റെ ശരിയായ നിർവചനം. വിരോധ നിമിത്തം താൻ ക്രിസ്തു നിഷേധിയായ സെബാസ്റ്റ്യനോടുകൂടെ ഷെയർ ചെയ്യുകയാണ് വീഡിയോ. എന്നിട്ട് എന്നെ പരിഹസിക്കുക. എന്തിനാണ്? ഞാൻ മഹാഭാഗ്യവതി നിത്യകന്യകയുമായ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്നെ പള്ളു പറയും. സഭയുടെ ചരിത്രിക വിശ്വാസമാണ്, സത്യസഭയുടെ യഥാർത്ഥ വിശ്വാസമാണ് പറയുന്നത്. എനിക്ക് നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ സത്യം പറയുക എന്നുള്ളതാണ്. ദിസ് ഈസ് ട്രൂ ഫെയ്ത്ത്. ഞാനും കുറെ നാൾ വഞ്ചിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസം ഞാൻ പറയുന്നത്. ഇവര് പറയുന്ന യേശു വേറെ യേശുവാണ്. അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഇവര് പറയുന്ന ഇപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അനിൽ കൊടുത്തോട്ടം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല ഇൻകാർണേഷനിൽ. ശരിയാണ്. യേശു കർത്താവ് പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എന്നെ തൊട്ടു നോക്കുവിൻ, ഭൂതത്തിന് എന്നിൽ കാണുന്ന പോലെ അസ്ഥിയും മാംസവും ഉണ്ടോ? തൊട്ടു നോക്കുവിൻ. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും കണ്ടോ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും. ആ യേശു. പക്ഷെ ഇവരുടെ യേശു ഏതാണ്? ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ ഈ സെബാസ്റ്റ്യൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. അദ്ദേഹം യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു മായാവിലാസം. മായാവിലാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മായയിൽ ദൈവം ഒരു മനുഷ്യരൂപത്തെ സൃഷ്ടിച്ചു. ഇറ്റ് വാസ് നോട്ട് റിയൽ മാൻ. യഥാർത്ഥ മനുഷ്യനല്ല, ഒരു മനുഷ്യരൂപം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. പക്ഷേ സുറിയാനി വിശ്വാസികൾ അത് വിശ്വസിക്കത്തില്ല. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് വേണം വിശ്വസിക്കാം. അപ്പൊ ഞാനിത് എന്താണ് ഇവർ വിശ്വസിക്കുന്നതെന്നാണ്. ഇവർ വിശ്വസിക്കുന്നത് യേശു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മായാരൂപമാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം വിട്ടിട്ട് പിന്നെ ഇസ്ലാം വിശ്വാസത്തിലേക്ക് പോയ ഒരാളുണ്ട്, മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഉള്ളൊരു സംസാരമുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന പിതാവായ സൃഷ്ടാവായ ഒരൊറ്റ ദൈവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്കെന്നല്ല, നിങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഭൂമിയിലായിരിക്കുന്നത് ഈ അദൃശ്യനായ ദൈവം എന്നുള്ള നില ഇല്ലാതായിട്ടല്ല, അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ്
ആ ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന് ഞാനെന്ന മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുമോ അതുപോലെ യേശു എന്ന മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കും. ഞാനെന്ന മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവോ അതുപോലെ യേശു എന്ന മനുഷ്യനും ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഞാനെന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നുവോ അതുപോലെ യേശു എന്ന മനുഷ്യനും ജീവിക്കാനും നടക്കാൻ സാധിക്കും, മനുഷ്യൻ എന്നുള്ള നില. അതുപോലെ ഞാനെന്ന മനുഷ്യൻ എങ്ങനെ മനുഷ്യരുടെ സൃഷ്ടാവ് ഉടയവനായ ദൈവത്തെ ആരാധിക്കണമോ അതുപോലെ യേശു എന്ന മനുഷ്യനും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടുത്തെ ചോദ്യം ഇതല്ല, ഞാനെന്ന മനുഷ്യൻ ദൈവം തന്നെ ഇറങ്ങി വന്നതാണോ, യേശു എന്ന മനുഷ്യൻ ദൈവം തന്നെ ഇറങ്ങി വന്നതാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ബൈബിൾ വിശ്വസിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാകും യേശു എന്ന് പറയുന്ന മനുഷ്യനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവിടെ രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റിൽ ദൈവം തന്നെ നിലനിൽക്കുകയാണ്. അതിന്റെ ഒരു മനസ്സിലാക്കാനുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഇത് തലയിൽ കയറില്ല. കാര്യം ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങള് മനുഷ്യന്റെ തലയിൽ കയറാതെ സാത്താൻ അടച്ചു വെക്കുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ തന്നത്. മുഹമ്മദ് ഈസ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സിംഹമായിട്ട് വെളിപ്പെട്ടാൽ ഈ സിംഹത്തിന് മുഹമ്മദ് ഈസ എന്ന മനുഷ്യനോട് സംസാരിക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കും. അപ്പൊ നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സമയം എടുത്ത് ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാനൊന്നും സമയമില്ല, എന്നും ഇതിന്റെ ഒന്നും പുറകെ നടക്കാൻ നേരം. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഭയങ്കര ഹെരസിയാണ്, ഭയങ്കര സീരിയസ് ഹെരസി. അപ്പൊ അദ്ദേഹം പറയാണ്, ദൈവമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായി. അപ്പൊ ഇറ്റ് വാസ് ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ, ഒരു പ്രത്യക്ഷതയാണ്. അപ്പൊ ദൈവം പഴയ നിയമത്തിൽ അങ്ങനെ പല സ്ഥലത്ത് പ്രത്യക്ഷനായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞ അബ്രഹാമിന്റെ വീട്ടിൽ 3 പുരുഷന്മാരെന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്ന് അവർ ഭക്ഷണം കഴിച്ചു. പിന്നീട് അവർ അപ്രത്യക്ഷരായി. അപ്പൊ ഇതാണ് അവർ കൊണ്ടുവരുന്ന ഉദാഹരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല. അതെല്ലാം തിയോഫനീസ് ആയിരുന്നു, ദൈവപ്രത്യക്ഷതകളായിരുന്നു. പക്ഷെ ആ ദൈവപ്രത്യക്ഷതയും ഇൻകാർണേഷനുമായി എൻറ്റയർലി ഡിഫറന്റ് ആണ്. എങ്ങനെയാണ് എൻറ്റയർലി ഡിഫറന്റ് ആകുന്നത്? കാരണം അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട ആ പുരുഷൻ, ഒരു മനുഷ്യരൂപം, അല്ലെങ്കിൽ യാക്കോബുമായിട്ട് മല്ല് പിടിച്ച ഒരു മനുഷ്യരൂപം, അങ്ങനെ മനുഷ്യരൂപം പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യരൂപത്തിന്റെ ഒന്നും വംശാവലി നമുക്കറിയത്തില്ല. മനുഷ്യരൂപം മാത്രമായിരുന്നു, മനുഷ്യനായിരുന്നില്ല. ഇത് ദാവീദിന്റെ കുലത്തിൽ യോസഫ് എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ചു, കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു. അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷന്റെ ബാല്യത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷന്റെ ശൈശവത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷന്റെ യൗവനത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, അവൻ ജനിച്ചത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. അവന്റെ ശൈശവത്തെക്കുറിച്ച് നമുക്കറിയാം. ബാലനായിരുന്നപ്പോൾ അവൻ യെരുശലേം ദൈവാലയത്തിൽ അമ്മയപ്പന്മാരുടെ കൂടെ പോയി അവിടെ ജ്ഞാനികളോട് സംസാരിച്ചു. അവന്റെ ബാല്യത്തെക്കുറിച്ച് നമുക്കറിയാം. യുവാവായിരുന്നപ്പോൾ അവൻ യോർദാനിൽ യോഹന്നാനെ സ്നാനമേൽക്കാൻ നടന്നു വന്ന് തുടർന്ന് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. അവന്റെ യൗവനത്തെക്കുറിച്ച് നമുക്കറിയാം. അവന്റെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളെ കുറിച്ച് നമുക്കറിയാം. അവന്റെ പാഷനെ കുറിച്ച് നമുക്കറിയാം. അവന്റെ ഡെത്തിനെ കുറിച്ച് നമുക്കറിയാം. മരണത്തെക്കുറിച്ച് നമുക്കറിയാം. ഇതൊന്നും അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷനില്ല. അപ്പൊ ഇവൻ താരതമ്യം ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അബ്രഹാമിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നെ അവിടെ യോശുവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, യാക്കോബിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. പല സ്ഥലത്തും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി ദീർഘമായ ഒരു പ്രത്യക്ഷത ദൈവം ചരിത്രത്തിൽ നടത്തിയ പ്രത്യക്ഷതകളിലെ ഒരു പ്രത്യക്ഷത മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെതെന്നാണ് ഈ അനിൽ കൊടുത്തോട്ടവും ഈ സെബാസ്റ്റ്യൻ പുന്നക്കലും പറയുന്നത്. അഥവാ പെന്റക്കോസ്തുകാർ അവർ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം അതാണ്, സീരിയസ് ഹെരസിയാണ്. ഈ അതിഗൗരവതരമായ ദൈവസംബന്ധമായും ക്രിസ്തു സംബന്ധമായും ഇത്ര ഗുരുതരമായ ഉപദേശ പിശക് ഹോൾഡ് ചെയ്യുന്ന
ഒരു വ്യക്തിയുമായിട്ട് ലൈവ് ഷെയർ ചെയ്യുന്ന ദൗർഭാഗ്യകരമായ ചിത്രമാണ് അന്ധമായ കത്തോലിക്ക വിരോധം തലയ്ക്ക് പിടിച്ച മാത്യു ചെമ്പുകണ്ടത്തിൽ എന്ന് പറഞ്ഞ ആ സഹോദരൻ. അദ്ദേഹം ഒരാവശ്യമില്ല. ചില ആളുകളുണ്ട് തൻ്റെതല്ലാത്ത കാര്യത്തിൽ പട്ടണത്തിൽ പോകുമ്പം അടിപിടിക്ക് കയറി അകത്തുൾപ്പെട്ട് തല്ലുകൊള്ളുന്നവരുണ്ട്, ചിലപ്പോൾ ചത്തും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഈ ചെമ്പുകണ്ടത്തിലൊക്കെ ഇതിനകത്ത് വന്ന് കയറുന്നത്. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നോ, ഇത് എത്രമാത്രം ഗൗരവതരമാണെന്നോ, ഇത് എത്ര സീരിയസ് ഹെരസിയാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയത്തില്ല. H1N1 ബാധിച്ച് കിടക്കുന്ന അവിടെയോട്ട് ഗ്ലൗസും മാസ്കും ഇല്ലാതെയാണ് ചെമ്പുകണ്ടത്തിലൊക്കെ ഓടിക്കയറുന്നത്. ഇത് വളരെ സീരിയസ് ഹെരസിയാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതല്ല. വ്യക്തിപരമായി എനിക്ക് ഇവരോട് ആരും ഒരു വിരോധവും ഇല്ല. വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ഇത് സീരിയസ് ഹെരസിയാണ്, അതിഗൗരവതരമായ ഉപദേശ പിശകാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ ഇവർ നിഷേധിക്കുകയാണ്. അതൊരു മാനിഫെസ്റ്റേഷൻ മാത്രമായിരുന്നു, അതൊരു പ്രത്യക്ഷത മാത്രമായിരുന്നു, അതൊരു തോന്നൽ മാത്രമായിരുന്നു. ആ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന അദ്ദേഹം ഈ സെബാസ്റ്റ്യനോട് ചോദിക്കുന്നതിന് വിശദീകരണം ഈ ഈസായ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സെബാസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈസ നിങ്ങളൊരു സിംഹമായി മാറിയാൽ, ഈസ ഒരു സിംഹമായി മാറിയാൽ ആ സിംഹം, അപ്പൊ ഈസ അവിടെ നിൽക്കുകയാണ്, അപ്പോൾ തന്നെയാണ് ഒരു സിംഹം. അതൊരു പ്രൊജക്ഷനാണ്. ഈസ സിംഹമായി മാറിയാൽ പിന്നെ ഈസ ഇല്ല, സിംഹമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈസ അവിടെ നിലനിൽക്കെ തന്നെ ഒരു സിംഹം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തോന്നലാണ്, ഒരു ഇല്യൂഷൻ, ഒരു മാനിഫെസ്റ്റേഷൻ. അതാണ് ഇദ്ദേഹം പറയുന്നത്, ദൈവം അവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പൊ ഈസ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തോടെ. നിങ്ങൾ ആ ചർച്ച നോക്കുക, ഒരു ചർച്ച നോക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ യേശു എന്ന് പറയുന്നത് താൽക്കാലിക പ്രതിഭാസമായിരുന്നു, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, ടെമ്പററി, അതായത് അവതാര ദൗത്യം കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചോ, അതോ ഇപ്പോ ഉണ്ടോ? അവിടെ സെബാസ്റ്റ്യൻ കുഴഞ്ഞു. സെബാസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് ഇപ്പൊ ഉണ്ട്, ഇപ്പൊ യേശു ഉണ്ടോ? ഈ ഇല്യൂഷൻ, മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മായക്കാഴ്ച ഉണ്ടുണ്ട്, മായക്കാഴ്ച. കാരണം സ്തേഫാനോസ് കണ്ടല്ലോ. അപ്പൊ വീണ്ടും ഈ ഈസ ചോദിക്കുന്നുണ്ട്, അത് എത്ര നാൾ നിലനിൽക്കും? ഈ യേശു എത്ര നാൾ നിലനിൽക്കും? കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകണമല്ലോ, കാരണം എത്ര നാൾ ഒരു മായക്കാഴ്ച ഇങ്ങനെ നിലനിൽക്കുന്നത്? അപ്പൊ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, അതെനിക്കറിയത്തില്ല എത്ര നാൾ നിലനിൽക്കുമെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഐഡന്റിറ്റി ഇല്ലാത്ത, സ്വന്തമായി എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു യേശുവാണ് സെബാസ്റ്റ്യന്റെ യേശു. അത്രമാത്രം വികൃതമായിട്ട് യേശുക്രിസ്തുവിനെ അപമാനിക്കുന്ന ഒരു വ്യക്തി മലയാളത്തിൽ ഇപ്പോൾ ഇല്ല. ഇത്ര ഹീനമായിട്ട്, അധമമായിട്ട് യേശുവിനെ അപമാനിക്കുന്നു. He shared our humanity. He became flesh. അവൻ മനുഷ്യനായി ജനിച്ചു. എബ്രായ ലേഖനം 2:14 പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ നമ്മുടെ ഹ്യൂമാനിറ്റിയെ ഷെയർ ചെയ്തു. എന്തിനാണ്? അവന്റെ ഡിവിനിറ്റിയെ നമ്മളോട് ഷെയർ ചെയ്യാൻ. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുവാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് പാടിയതിന്റെ കാരണം എന്താന്ന്? ആ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അത് ഇൻകാർണേഷനെ കുറിച്ചാണ്. ആ ഗാനം ഇൻകാർണേഷൻ എന്ന ടൈറ്റിൽ തന്നെയാണ് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബുക്ക് എഴുതിയത്, ഇൻകാർണേഷൻ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ആ ബുക്ക് ഫ്രീ ആയിട്ട് വായിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ 5-ാം തുത്തേനിൽ വായിക്കുന്ന അത്താനാസിയോസ് ഉണ്ടല്ലോ, അത്താനാസിയോസും ബെസേലിയോസും ജൂലിയോസും ദിയസ്കോറോസും അന്തിമോസും ഈവാനിയോസും മദനമായ ദൈവ ശരീരമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചുവനും ഉന്നത ഗൗരവമായ മാർക്കോറിലോസും സൂര്യാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങളും കൊണ്ട് നനച്ച് മേച്ചിൽ സ്ഥലവും അറിയാം സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചു നമ്മുടെ മാതൃകിസ്മാർ സേവരസ്. അപ്പൊ നമ്മുടെ പിതാക്കന്മാരിൽ ആ അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് എഴുതിയ ബുക്കിന്റെ ടൈറ്റിൽ തന്നെ ഓൺ ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്ക് ഫ്രീ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ ചെയ്യുക, അത്താനാസിയോസ് ഇൻകാർണേഷൻ എന്നടിച്ചാൽ നിങ്ങൾക്ക് PDF കിട്ടും, വായിച്ചു നോക്കുക. അപ്പൊ ആ ബുക്കിന്റെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പാട്ടാണ് നമ്മൾ ഈ പാടുന്നത്.
എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യന്റെ, അനിൽ കൊടിത്തോട്ടത്തിന്റെ ഒക്കെ ആ ക്രിസ്തുശാസ്ത്ര നിലപാടുകളെ നിരാകരിക്കുക. അതിനാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഈ പാട്ട് കേൾക്കുന്നു. നിർമ്മല സൂനുവിനയച്ചോനാം ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാം ഉദരത്തിങ്കൽ താൻ. ഇത് ചുമ്മാ ഒരു തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പാടുന്ന പോലെ അല്ല. ഇത് ക്രിസ്തുശാസ്ത്രമാണ്, ക്രിസ്റ്റോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത്. ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. കണ്ടോ? അപ്പൊ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. തിരുവിഷ്ടത്താൽ നരനായി. കണ്ടോ? അപ്പൊ നമ്മെ പോലെ ആയി. അല്ലാതെ സെബാസ്റ്റ്യൻ പറയുന്ന ഒരു സിംഹമല്ല, എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ഷൻ അല്ല, മനുഷ്യരെ വഞ്ചിക്കാൻ ഒരു മായാവി അല്ല. അപ്പൊ എന്റെ യേശു ഒരു മായാവി ആയിരുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായ ഹെരസിയാണ് ഇവർ പറയുന്നത്. യേശു മായാവി അല്ലായിരുന്നു, അവൻ ജഡരക്തങ്ങളോടുകൂടിയ മനുഷ്യൻ, വംശാവലിയുള്ളവൻ, മറിയത്തിന്റെ മകൻ, മനുഷ്യത്വത്തെ ഷെയർ ചെയ്തു. ഹി ബിക്കെയിം മാൻ, വേർഡ് ബിക്കെയിം ഫ്ലഷ്. അവൻ മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് അവൻ നമ്മുടെ സഹോദരൻ, നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. ഹി ഷെയർ ഹിസ് ഡിവൈനിറ്റി വിത്ത് അസ്, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരുവാൻ. പത്രോസ് ലീഹ പറയാണ്, വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അപ്പം അവൻ നമ്മുടെ മനുഷ്യത്വത്തിൽ എന്ത് ചെയ്തു? പങ്കാളിയായി തീർന്നു. എന്തിനാണ്? അവന്റെ ദൈവത്വത്തിൽ നമുക്ക് പങ്കാളിത്തം തരുവാൻ. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മർമ്മമാണ്. അപ്പം നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കാളിത്തം എടുത്തു, ദൈവത്വത്തിൽ നമുക്ക് പങ്കാളിത്തം തരുവാൻ. അതാണ് പത്രോസ് ലീഹ പറഞ്ഞത്, വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അതാണ് അത്താനാസ്യോസ് എഴുതിയത്. അതാണ് തിരുസഭ പാടി ആഘോഷിക്കുന്നത്. അത് നമുക്കും പാടാം, അവനോടു തുല്യം നാമാകാൻ. അതാണ് അവിടെ പാടുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എത്ര വലിയ ഗൗരവതരമായ, അപ്പൊ അടിസ്ഥാനപരമായി ഇപ്പൊ നമ്മൾ സംഗീതം പഠിക്കുന്ന ആളുകൾ ആദ്യം സാപ്പാസ പഠിക്കുന്നത്. ഇപ്പൊ സരിഗമ പദനിസ ഒക്കെയാണ് ആദ്യം അത് പഠിച്ചിട്ടാണ് പിന്നെ സംഗീതം പഠിക്കും. ഇപ്പൊ എനിക്ക് സംഗീതം അറിയത്തില്ല, പാടാനും അറിയത്തില്ല. അപ്പം നമുക്ക് ബേസിക് ഇല്ല, സംഗീതം അറിയത്തില്ല. കീബോർഡ് വായിക്കാൻ എനിക്കറിയത്തില്ല, കാരണം അതിന്റെ നൊട്ടേഷൻ ഇവിടെ പിള്ളേരൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ അതിനുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ബേസിക് അറിയത്തില്ലാത്തതാണ് പ്രശ്നം. അപ്പൊ തിയോളജിയുടെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബേസിക് ഇവർ തെറ്റിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബേസിക് നൊട്ടേഷൻ അറിയാൻ മേലാത്ത ആളുകൾ ഒരു ഉളുപ്പുമില്ലാതിരുന്ന് സിംഫണി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ സിംഫണി വായിക്കാം. ഈ സെബാസ്റ്റ്യനെ പറ്റി പിന്നെയും നമ്മൾ ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ ലൈവ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക. അപ്പൊ അദ്ദേഹം പറയുന്നത് ട്രിനിറ്റിയെ പരിഹസിക്കുക, ട്രിനിറ്റിയെ വിമർശിക്കുക, ട്രിനിറ്റിയെ നിഷേധിക്കുക. ഈ ട്രിനിറ്റിയെ നിഷേധിക്കുന്ന ആരാണ്? മുസ്ലിങ്ങളാണ്. നമ്മൾ ചരിത്രം പഠിച്ചാൽ ട്രിനിറ്റി നിഷേധവും ട്രിനിറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ സംവാദം വരുന്നത്. ഈ ഇസ്ലാം തുടങ്ങുന്നത് ഒരു ഇൻഡിപെൻഡന്റ് റിലീജിയൻ ആയിട്ടൊന്നുമല്ല, ക്രിസ്തീയ സഭയിലെ ഒരു വിഭാഗമായിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും, കാരണം ക്രിസ്തീയ സഭയിലാണ് അതുപോലെ കൾട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മാനിക്കേനിസം ആണെങ്കിലും നെസ്തോറിനിസം ആണെങ്കിലും ധാരാളം വിഭാഗങ്ങൾ അവിടെ വന്നു, ഉദിച്ചു അസ്തമിച്ചു പോയി. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിഭാഗം എന്ന പോലെ തന്നെയാണ് ഇസ്ലാമും തുടങ്ങുന്നത്. അപ്പൊ ആദ്യമായിട്ട് വരുന്ന സംവാദം എപ്പോഴും ക്രിസ്ത്യാനികളുമായിട്ടാണ് സംവാദം വന്നുകൊണ്ട്. അപ്പൊ അവിടെയാണ് ഏകദൈവ വിശ്വാസം, തൗഹീദ്. ഇപ്പൊ ഏകദൈവ വിശ്വാസം അവർ മുസ്ലിം ഉയർത്തി അന്ന് തുടങ്ങിയ സംവാദം ഇപ്പോഴും ഉണ്ട്, ഇസ്ലാം ക്രിസ്ത്യൻ സംവാദം എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ലാം ക്രിസ്ത്യൻ സംവാദം എന്ന് പറഞ്ഞ് ഈ സെബാസ്റ്റ്യൻ ചില സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഇസ്ലാം ക്രിസ്ത്യൻ സംവാദം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയും തൗഹീദുമായിട്ടാണ്. അതായത് ഇസ്ലാമിന്റെ ഏകദൈവ നിലപാടും ക്രിസ്ത്യാനിയുടെ ത്രിയേക ദൈവ നിലപാടുമാണ് സംവാദം.
ആ ഭൂമികയിലാണ് സംവാദം നടക്കുന്നത്. അല്ലാതെ മറ്റൊരു തലത്തിൽ ഇത് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ളൂ, പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ പിന്നെ മുസ്ലിങ്ങളുമായിട്ട് എന്ത് സംവാദം നടത്തുന്നത്? അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അദ്ദേഹമായിട്ട് സംവാദത്തിന് പോകുന്ന മുസ്ലിങ്ങൾക്കും ഇത് മനസ്സിലാകുന്നില്ല. പല അറിവ് കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പഠനങ്ങളിൽ തന്നെ പ്രാഥമിക ബോധ്യങ്ങൾ പോലും ഇല്ലാത്ത ആളുകളാണ് ഇദ്ദേഹവുമായിട്ട് സംവാദത്തിന് പോകുന്നത്. ഇസ്ലാമിന്റെ പഠനങ്ങളിൽ പ്രാഥമിക ബോധ്യമുള്ള ഒരാള് ഇദ്ദേഹമായിട്ട് സംവാദം ചെയ്യണം. കാരണം അദ്ദേഹം കൺഫ്യൂസ് ചെയ്യാണ്, ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. എന്നാൽ പാവപ്പെട്ട പെന്തക്കോസുകാരെ ഇദ്ദേഹം സമർത്ഥമായി വഞ്ചിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പിതാവായ ഏക ദൈവമേ ഞങ്ങൾക്കുള്ളൂ, യേശുക്രിസ്തുവിന്റെ കാര്യം അറിയത്തില്ല, ജാമ്യത്തിലാണ്, എത്ര നാൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം എന്നാണ് പറയുന്നത്. പെന്തക്കോസുകാർ വിശ്വസിക്കുന്നുണ്ടോ? പെന്തക്കോസ്തുകാരിപ്പോൾ സെബാസ്റ്റ്യനിൽ അവർക്കൊരു രക്ഷകനെ കാണുക. കാരണം തൽക്കാലം എന്നെ തെറി പറയാനുള്ള ഒരാളെന്ന നിലയ്ക്കാണ്. കാരണം അദ്ദേഹം എല്ലാ ദിവസവും വന്ന് എന്റെ പടമൊക്കെ വെച്ച് ഇങ്ങനെ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരാൾ വേണം. പെന്തക്കോസ്തുകാരെ നിങ്ങൾ ഭയങ്കര അപകടമാണ്. കാരണം പണ്ടൊരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് ഈ 9ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വീട്ടിൽ 2 അടി കൊടുത്തു. 2 അടി കൊടുത്തതിന് ഈ പെങ്കൊച്ച് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയപ്പം വേശ്യാലയം നടത്തുന്ന ഒരു അമ്മാമെ കണ്ട. അമ്മാമ വളരെ ചിരിച്ച് സന്തോഷിച്ചു. മോളെ വാ, അയ്യോ കൊച്ചിനെ തല്ലിയോ. ഞാൻ ഈ പെങ്കൊച്ച് ഓർക്കുന്നുണ്ട്, എന്തോ ഒരു സ്നേഹ ഈ അമ്മാമയ്ക്ക്. പെന്തക്കോസ്തുകാര് മനസ്സിലായല്ലോ. ഞാൻ നിന്റെ ഓണപരീക്ഷയ്ക്കും ക്രിസ്തുമസ് പരീക്ഷയ്ക്കും മാർക്ക് കുറഞ്ഞെന്ന് വഴക്ക് പറയും. ചിലപ്പോൾ ചെവിക്ക് പിടിച്ച് കിഴുതി 2 അടിയും തന്നിരിക്കും. നീ ഓടിക്കയറുന്ന എങ്ങോട്ടാന്ന് ഓർത്തോണം. കാഡ്ബറീസിന്റെ 5 സ്റ്റാറുമായിട്ട് അമ്മാമ ബസ്സേ വെച്ച് കൊച്ചിനെ പിടിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ ചെമ്പുകണ്ടത്തിലൊക്കെ സെബാസ്റ്റ്യന്റെ കൂടെ പോയിരിക്കുന്നത്. മനസ്സിലായോ? അടിസ്ഥാന ഉപദേശങ്ങളിൽ തെറ്റാണ്, അതിഗുരുതരമായ തെറ്റാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് യേശുക്രിസ്തുവിന് നിലവിൽ പോലും ഇല്ല. യേശുക്രിസ്തുവിന്റെ കാര്യം തന്നെ ജാമ്യത്തിലാണ്. എത്ര നാൾ ഉണ്ടാകുമെന്ന് ആർക്കറിയാം. അതൊരു തോന്നലായിരുന്നു, ഒരു ഇല്യൂഷനായിരുന്നു, ദൈവത്തിന്റെ ഒരു മായക്കാഴ്ച. യേശു കർത്താവ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഒരു മായക്കാഴ്ചയല്ലായിരുന്നു. പിന്നെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പലരെയും വിളിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. അതുപോലെ ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശുവിനെ വിളിച്ചിട്ടുണ്ട്. ഇതാണ് സാക്കീർ നായിക്, MM അക്ബർ, ഒടുവിലായി മുഹമ്മദ് ഈസ. ഇവരൊക്കെ അവരുടെ സംവാദ വേദികളിൽ നിരന്തരമായി പറയുന്ന വാദം. നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സംവാദങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള സക്കീർ നായിക്, ഇന്ത്യയിലൊക്കെ വലിയ വിഷയം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പറയും സൺ ഓഫ് ഗോഡ് ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം പലരെയും സൺ ഓഫ് ഗോഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് സെബാസ്റ്റ്യനും പറയുന്നത്, പലരെയും സൺ ഓഫ് ഗോഡ്. അതുപോലെ ഒരു സൺ ഓഫ് ഗോഡ് ആണ് യേശു. പക്ഷെ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ദ സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് യുണീക്ക്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പുത്രത്വം അത് നിസ്തുല്യ പുത്രത്വമാണ്. യുണീക്ക് സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇറ്റേണൽ സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിത്യപുത്രത്വമാണ്, നിസ്തുല്യ പുത്രത്വമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പുത്രത്വം നിങ്ങൾ ഈ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കേട്ട് പോകുന്ന പോലെ അല്ല. ഇത് എത്രമാത്രം സീരിയസ് ഹെരസിയാണ് ഇവർ പറയുന്നത്. നിങ്ങൾ തിരിച്ചറിയാമല്ലോ. ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയത്തില്ല. തിരിച്ചറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇവർ പറയുന്നത്, ഇവർ നിഷേധിക്കുന്നത് നിത്യപുത്രത്വം ഇവർ അംഗീകരിക്കുന്നില്ല, നിസ്തുല്യ പുത്രത്വവും ഇവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ സത്യസഭ ഇത് രണ്ടും അംഗീകരിക്കുന്നു. അപ്പൊ ട്രൂ ചർച്ച് എന്ത് ചെയ്യാണ്? ട്രൂ ചർച്ച് അംഗീകരിക്കുന്നത് ഇറ്റേണൽ സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യുണീക്ക് സൺഷിപ്പ്. നിത്യപുത്രത്വവും നിസ്തുല്യ പുത്രത്വവും ഇത് രണ്ടും നിഷേധിക്കുന്നു. ഉദാഹരണത്തിന് ഈ പഴയ നിയമത്തിൽ പല ആളുകളെയും പുത്രന്മാർ, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരെ പുത്രന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവപുത്രന്മാർ എന്ന് വിവക്ഷിക്കുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു ജനറിക് ടേമില് ഇങ്ങനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു എന്നല്ലാതെ പുത്രൻ എന്ന ഒരു റിലേഷൻഷിപ്പ് ഈ സെബാസ്റ്റ്യൻ നിഷേധിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പെന്തക്കോസ്തുകാരും നിഷേധിക്കുന്നുണ്ട്. കാരണം പെന്തക്കോസ്തുകാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അവർക്ക് ടീച്ചിങ് ഇല്ല, അവർക്ക് യാതൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആ രീതിയിലില്ല, അവർക്ക് അറിയത്തില്ല. ഇനി എനിക്കറിയത്തില്ലാത്താണെന്ന് പറഞ്ഞ് എന്റെ നേരെ ചാടിക്കടിക്കാൻ വരരുത്. കാരണം 25 കൊല്ലം അതിനകത്ത് നിന്നയാളാണ് ഞാൻ, ഇല്ലെന്ന് എനിക്കറിയാം.
പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് അവരെ ഭൂരിപക്ഷം ആളുകൾ നല്ലവരാണ്, സാധുക്കളാണ്, നിഷ്കളങ്കരാണ്, വളരെ നിർമ്മലരാണ്, ദൈവത്തെ സേവിക്കണമെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നും വളരെ ആഗ്രഹമുള്ളവരൊക്കെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എത്രമാത്രം അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ വിശ്വാസം ഡിഫൈൻ ചെയ്യാൻ നിങ്ങളുടെ നേതാക്കന്മാരോട് പറയാൻ. അതിനാണ് ഞാൻ പണ്ട് കത്തൊക്കെ അയച്ചിട്ട് എന്നോട് അവർ ഉടക്കമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പെന്തക്കോസ്ത് നിന്നപ്പം ജനറൽ കൗൺസിലുള്ളവർക്കെല്ലാം കത്തയച്ചു, നമുക്ക് ഈ കാര്യത്തിൽ ഡിഫൈൻ ചെയ്യണം, കാരണം വളരെ ഗൗരവമാണ്, പ്രശ്നമാണ്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ 18 കക്കൂസ് ഉണ്ടാക്കണമെന്ന്. അവർ കക്കൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കുക, യുണീക്ക് സൺഷിപ്പ് ഇവർ നിഷേധിച്ചിരിക്കുക, അംഗീകരിക്കത്തില്ല. അത് മുസ്ലിം സ്റ്റാൻഡാണ്. അപ്പോ ട്രിനിറ്റിയെ നിഷേധിക്കുന്ന, തൃത്വത്തെ നിഷേധിക്കുന്ന നിലപാട് മുസ്ലിങ്ങളുടെ വാദം എന്ന് പറഞ്ഞാൽ സാക്കിർ നായിക്കും MM അക്ബറും വേദികളിൽ ഉപയോഗിച്ച എല്ലാ പോയിന്റുകളും, അല്ലെങ്കിൽ അതിൽ ഒരു പോയിന്റ് പോലും വിടാതെ സകല പോയിന്റുകളും ലൈവിൽ അതിനേക്കാൾ തെളിവോടും മിഴിവോടും മികവോടും മൂർച്ചയോടും പരിഹാസ മേമ്പൊടിയോടുകൂടെ അവതരിപ്പിച്ച വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക താർക്കികന്മാർ വേദികളിൽ ക്രിസ്തീയ വിശ്വാസത്തെ പരിഹസിക്കാൻ വേണ്ടി, ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം പോയിന്റുകൾ ഉദ്ധരിച്ചോ ആ പോയിന്റുകളെ അവർ ഉദ്ധരിച്ചതിനേക്കാൾ കൂടുതൽ തെളിവോടെയും മികവോടെയും മിഴിവോടെയും മൂർച്ചയോടെയും പരിഹാസത്തിന്റെ മേമ്പൊടി ചേർത്ത് ലൈവുകളിൽ വിളമ്പിയ വ്യക്തിയാണ് ഈ സെബാസ്റ്റ്യൻ. സത്യവിശ്വാസത്തെ എതിർത്ത വ്യക്തിയാണ്. ഇസ്ലാമിക വിശ്വാസമാണ് താൻ പ്രഘോഷിക്കുന്നത്. തന്നിലൂടെ സംസാരിക്കുന്നത് സാക്കിർ നായിക്കാണ്. പെന്തക്കോസ്തുകാർക്ക് അബദ്ധം പറ്റിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ യേശു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിചാരം ഇദ്ദേഹം ഇസ്ലാമിക ഉപദേശം അല്ല പറയുന്നത്. യേശു എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ. അത് ഡോസറ്റിസം എന്ന ദുരുപദേശമാണ്. ഡോസറ്റിസം സഭ ശപിച്ചു തള്ളിയ ദുരുപദേശമാണ് ഡോസറ്റിസം. ക്രിസ്തു ജഡാവതാരം ചെയ്തില്ല, റിയൽ മേൻ അല്ലായിരുന്നു, ഒരു ഇല്യൂഷൻ ആയിരുന്നു, അല്ലെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു എന്ന് പറയുന്ന ഒരു മായക്കാഴ്ചയായിരുന്നു എന്ന് പറയുന്നത് ഡോസറ്റിസമാണ്. ആ ഡോസറ്റിസമാണ് ഈ സെബാസ്റ്റ്യൻ പറയുന്നത്. നിത്യപുത്രത്വത്തെ നിഷേധിക്കുന്നു, നിസ്തുല്യപുത്രത്വത്തെയും നിഷേധിക്കുന്നു. ഇത് രണ്ടും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്നിട്ടും പറയുന്നത് ഞാൻ യേശു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ യേശു എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം യേശുവിനെ ഇവർ സ്നേഹിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ഇവർ കരുതുകയാണ്. അവർ യേശുവിനെ സ്നേഹിക്കുന്നില്ല, അവർ യേശുവിനെ അംഗീകരിക്കുന്നുമില്ല. അപ്പം ഈ ഖുറാനകത്ത് പറയുന്നുണ്ട്, ഖുറാന്റെ മലയാളം വേർഷൻ വായിക്കുമ്പം ഈ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ നബിയെ പറയുക, അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു സർവാശ്രയനായ യജമാനനത്രേ, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചുണ്ടായിട്ടുമില്ല, അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും. ഈ വിശ്വാസം ഇപ്പൊ ഞാൻ വായിച്ച ഈ ഖുറാന്റെ 112 ഇതിനകത്ത് നിന്ന് വായിച്ചത്, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് സെയിം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആണ് സെബാസ്റ്റ്യൻ പ്രസന്റ്. ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം ഒട്ടും അകന്നവനല്ല. ഇത് നിരന്തരം പറയുന്ന ഈ സെബാസ്റ്റ്യനുമായിട്ട് ഇസ്ലാമിക സുഹൃത്തുക്കൾ എന്ത് സംവാദമാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലാകും. അടുത്ത ദിവസം ഒരാൾ സംവാദം നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. ഇതൊരു നാടകമാണ്. നിങ്ങൾക്കാണ് ഇത് മനസ്സിലാകാത്തത്. ഇത് ഫ്രണ്ട്ലി മാച്ച് എന്ന് പറഞ്ഞാൽ ആളുകളെ കളിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ പോക്കറ്റ് അടിക്കാരൊക്കെ ഉണ്ട്, അവർ ടീമായിട്ട് വരും. അവർ ടീമായിട്ട് വന്നിട്ട് അവിടുന്ന് ഒരുത്തം വന്ന് ഇവിടുന്ന് ഒരുത്തം വന്ന് വഴക്ക് പിടിച്ചു, ആരടാ നീടാ പോളാ, അവിടുന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഇവനിട്ട് അടി കൊടുത്തു, അടിപിടി. പെട്ടെന്ന് ആളുകൾ വട്ടത്തിൽ കൂടി തെറിയായി അടിയായി കുത്തായി ചാണ്ട എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പം ഈ ടീമിലുള്ള മറ്റവര് ഈ വട്ടത്തിൽ നിൽക്കുന്നവരുടെ എല്ലാം പോക്കറ്റ് അടി എന്ന് പറഞ്ഞ പോലെ ഈ സെബാസ്റ്റ്യനും മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവാദം നടത്തുന്നത്. സംവാദം കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെ അവർ അപഹരിക്കും. ഇതാണ് അവരുടെ തന്ത്രം. അതുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇസ്ലാമിക വിശ്വാസമാണ്, മറ്റൊന്നുമല്ല. എന്ന് സുബോധമുള്ളവർക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക വിശ്വാസം സെയിം ഇസ്ലാമിക വിശ്വാസമാണ്.
ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് ജനിക്കാനും കഴിയത്തില്ല, മരിക്കാനും കഴിയത്തില്ല. ആ ദൈവത്തിന് സന്തതി ജനിച്ചിട്ടുമില്ല. പക്ഷെ സത്യവിശ്വാസം പറയുന്നു അവൻ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. ഈസ് എ ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ്. ഈസ് എ ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബട്ട് വി സീ ജീസസ് ഹു വാസ് മെയ്ഡ് എ ലിറ്റിൽ ലോവർ ദാൻ ദ ഏഞ്ചൽസ് ഫോർ ദ സഫറിംഗ് ഓഫ് ഡെത്ത്, crowned with glory and honor, that he by the grace of God should taste death for every man. എല്ലാവർക്കും വേണ്ടി അല്പം താഴ്ച വഹിച്ചവനായ ആ യേശു മരണം ആസ്വദിച്ചു. ജീസസ് ടേസ്റ്റഡ് ഡെത്ത്. അവൻ മരണം ആസ്വദിച്ചു. അപ്പൊ അവിടെയാണ് പല ആളുകളും ഇടറുന്നത്. എങ്കിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻ. കുറച്ചു മുമ്പേ നമ്മുടെ ഒരു സഹോദരൻ പിന്നെയും ഇടർന്ന് കണ്ടു. ഇടറരുത് യേശു കർത്താവ്. അതാണ് സഭ വിശ്വാസം 2000 വർഷമായി പ്രഖ്യാപിക്കുന്നത്. He tasted the anxiety and he tasted the anxiety of death. Anxiety in anticipating of death. മരണത്തെ തൊട്ടു മുമ്പിൽ കാണുന്നതിന്റെ ആ ഉത്കണ്ഠ അത് കർത്താവ് അനുഭവിച്ചു. യേശു കർത്താവ്. He tasted death. He tasted the height and breadth of death. ഉയരവും വീതിയും ആഴവും അവൻ അനുഭവിച്ചു. He tasted the height, depth and breadth of death. മരണത്തിന്റെ നീളവും ആഴവും ഉയരവും എല്ലാം അവൻ കുരിശിൽ അനുഭവിച്ചു. He was real. അവൻ യഥാർത്ഥ. He was real. He tasted the piercing pain and panic of death, the agony and anguish of it, and the horror and terror of death. He tasted death. വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു. He tasted the solemn totality of death. മരണത്തിന്റെ സമ്പൂർണ്ണ ഭീകരതയെ യേശു കർത്താവ് ടേസ്റ്റ് ചെയ്തു. He tasted the helplessness and hopelessness of death. He tasted death. He tasted death. He tasted the dismay and despair and the doubt and dread of death. He tasted the cruelty and callousness and anger of the wrath of men. മനുഷ്യന്റെ കോപത്തിന്റെ എല്ലാ ഭീകരതകളെയും അവൻ ടേസ്റ്റ് ചെയ്തു. He tasted it. എല്ലാവർക്കും വേണ്ടി അവൻ അത് ടേസ്റ്റ് ചെയ്തു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18 വായിക്കുമ്പോൾ പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വെളിപ്പാട് 1:18. വെളിപ്പാട് പുസ്തകം 1:18. ഇതാണ് സത്യവിശ്വാസം. വെളിപ്പാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. ഇതാണ് സത്യവിശ്വാസം. ഇതാണ് പല ആളുകളും ഇടറിപ്പോകുന്നത്. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. ആരായിരുന്നു മരിച്ചവൻ? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ ആര് ഹോൾഡ് ചെയ്യുന്നോ, 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 ആ ഹോൾഡ് ചെയ്യുന്ന ആള് പറയുന്നു, ഞാൻ മരിച്ചവൻ ആയിരുന്നു. അതാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു, മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന്
മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവൻ എന്ന് പറയുന്നതിലൂടെ ചർച്ച് ഡിക്ലെയർ ദ ഇറ്റേണൽ സൺഷിപ്പ് ആൻഡ് ഇറ്റേണൽ എക്സിസ്റ്റൻസ്. അല്ലാതെ അത് മായയായിരുന്നു, ആ മായ പിന്നെ മാതൃരൂപത്തിൽ വിലയം പ്രാപിക്കുന്നു എന്നുള്ള ഹൈന്ദവ സ്റ്റൈലിലുള്ള വിശ്വാസമൊന്നും മായയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ദൈവപുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ യഥാർത്ഥ ദൈവപുത്രനിൽ വിശ്വസിക്കുവാൻ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. സെബാസ്റ്റ്യന്റെയും പെന്തക്കോസ്തുകാരുടെയും. പ്രിയപ്പെട്ട പെന്തക്കോസ്തുകാരെ, സുറിയാനി സഭകളിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് പോയിരിക്കുന്ന നിങ്ങളുടെ ഉൾപ്പെട്ടിരുന്ന മാതൃസഭയിൽ കൊടിമരം പൊക്കിയെന്നോ ചെണ്ട കൊട്ടിയെന്നോ അല്ലെങ്കിൽ അവിടെ ആൾരൂപം ഉണ്ടായിരുന്നെന്നോ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ പല ആളുകളെയും വഞ്ചിക്കിച്ചു പോയിരിക്കുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ സീരിയസ് ഹെരസിയാണിത്. അടിസ്ഥാന ദൈവശാസ്ത്രത്തിൽ ഇത്രയേറെ ദുരുപദേശം വന്നിരിക്കും. അടിസ്ഥാന ദൈവശാസ്ത്രം തകിടം പറഞ്ഞു കിടക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാന ക്രിസ്തു നിഷേധം തന്നെ നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ സത്യവിശ്വാസികളാണ്, നമ്മളെ വഞ്ചിച്ച് വ്യാമോഹിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പെന്തക്കോസ്തിൽ കൊണ്ടു നിർത്തി. ഞാൻ അങ്ങനെയാണ്. ഞാൻ യാക്കോബായ സഭയൊക്കെ വിട്ടുപോയത് അങ്ങനെയാണ്. അവിടെ ആൾരൂപം വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇതുണ്ട്, ഇതെല്ലാം ഭയങ്കര പിശാചാണ്. അതൊന്നുമല്ല പിശാച്. പിശാച് എന്ന് പറഞ്ഞതാണ് ക്രിസ്തു നിഷേധിക്കുന്നവൻ. അവൻ ആരാണ്? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കാത്തവൻ ആരോ അവനാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു. ഉപദേശത്തിൽ അല്പം തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു എതിർ ക്രിസ്തുവായി മാറുകയാണ്. അപ്പൊ എതിർ ക്രിസ്തുവായി മാറാതെ ഒരു ക്രിസ്ത്യാനിയായി മാറുവാൻ, സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറാകണം. സത്യവിശ്വാസത്തിലേക്ക്. ഇവര് പറയുന്നത് ഇത്തരത്തിലുള്ള സീരിയസ് ഹെരസിയാണ് ഈ സെബാസ്റ്റ്യൻ പറയുന്നത്. പിന്നെ ഇവര് എലോഹിം എന്ന് പറഞ്ഞാൽ ബഹുവചനമായിരുന്നു ഒക്കെ നമ്മൾ ക്രിസ്ത്യൻ ആർഗ്യുമെന്റ്സ് ആണ്. എലോഹിം, അതുപോലെ എക്കാദ്. ഈ എലോഹിമും എക്കാദും ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് മുസ്ലിങ്ങള് ഇത്രയും നാളായിട്ട് ആളുകളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് ഒരു പരിധി വരെ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അത് വളരെ ഫലപ്രദമായി പെന്തക്കോസ്തുകാരിൽ മുഴുവൻ എത്തിക്കുവാൻ ഈ സെബാസ്റ്റ്യനെ സാധിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യനാണ്. കാരണം എലോഹിം അങ്ങനെയല്ല, എക്കാദ് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ തർക്കിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ തർക്കങ്ങളിൽ മുഴുവൻ നിങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ സെബാസ്റ്റ്യനിലൂടെ സംസാരിക്കുന്നത് സാക്കിർ നായിക്കല്ലാതെ മറ്റാരുമല്ല. സാക്കിർ നായിക്കിന്റെ പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും ഇതാണ് വേഷവാദം. വേഷവാദം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു സിംഹമായി പ്രൊജക്ട് ചെയ്ത് ഒരു സിംഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആക്ച്വലി സിംഹം അവിടെ ഉണ്ടെങ്കിലും മുഹമ്മദ് ഈസയാണ് സിംഹമാക്കിയത്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. നമ്മള് സിനിമയിൽ അഭിനയിക്കുകയാണ്. മോഹൻലാൽ അഭിനയിക്കുന്നു. മോഹൻലാൽ സ്റ്റീഫൻ, നെട്ടൂർ സ്റ്റീഫൻ അല്ലല്ലോ, വേറൊരു സ്റ്റീഫൻ ആണല്ലോ. നെട്ടൂർ സ്റ്റീഫൻ പഴയ സിനിമയിൽ. ഈയിടെ ഒരു പുതിയ സ്റ്റീഫൻ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും കാണുന്നതിനകത്ത് അതിൽ നമുക്കൊരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുകയാണ്. കഥാപാത്രത്തെ കുഞ്ഞാലി മരക്കാരായിട്ട് വന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി വന്നു ചന്തുവായിട്ട്, വടക്കംപാട്ടിലെ ചന്തുവായിട്ട്. പക്ഷെ മമ്മൂട്ടി ചന്തുവായിട്ട് അഭിനയിച്ചു. പാക്കപ്പ് എന്ന് സംവിധായകൻ പറഞ്ഞു. അവര് സംഗതി പാക്ക് ചെയ്തു, സംഗതി തീർന്നു. മമ്മൂട്ടി വേഷം അഴിച്ചു വെച്ചു, തീർന്നു. പിന്നെ ചന്തു ഇല്ല, മമ്മൂട്ടിയുള്ളൂ. എത്ര സിനിമകളിലാണ് അയാൾ അഭിനയിച്ചത്? ആ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം മലയാളികൾ, ചില ആളുകളൊക്കെ ഈ കഥാപാത്രങ്ങൾ നേരാണെന്നൊക്കെ വിചാരിച്ച് അതുവഴി ഇതുവഴിയൊക്കെ പോകാറുണ്ട്. ആ കഥാപാത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്.
പക്ഷെ ആ കഥാപാത്രമല്ല, ഒറിജിനൽ നടനപ്പുറം നിപ്പുണ്ട്. ആ നടനിലേക്ക് എത്തുന്നത് വളരെ കുറച്ച് ആളുകളാണ്, അപ്പൊ കഥാപാത്രങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവം സൃഷ്ടിച്ച ഒരു മായക്കാഴ്ചയാണ് യേശു. നമ്മുടെ ദൈവത്തിന്റെ ഒരു തമാശ. ഇപ്പം വെള്ളം വീഞ്ഞാക്കി, അപ്പം വർദ്ധിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പൊ ഒറിജിനൽ മമ്മൂട്ടിയോട് തോന്നാത്ത ഒരു സ്നേഹം നമുക്ക് ഈ വീരപുരുഷനോട് തോന്നുകയാണ്. സേതുരാമയ്യർ CBI, എന്തു ബുദ്ധിയാ മമ്മൂട്ടിക്ക്, അത്രയും ബുദ്ധിയുണ്ടോ ആക്ച്വലി? അല്ലെങ്കിൽ കേസ് തെളിയിക്കാൻ പറ്റും. പക്ഷെ അത് ആ സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നുകയാണ്. അയ്യോ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു മടുപ്പ് വന്നപ്പം ഒരു ഹീറോയ്ക്ക് പരിവേഷം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു വേഷം കെട്ടി ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്യുക. ഇതാണ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്ന യേശു. ആക്ച്വലി ദൈവം അവിടെ ഉണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഒരു പരിപാടി, ഒരു നാടകം, ഒരു നാടകം. അപ്പൊ അങ്ങനെയുള്ള ഒരു വേഷവാദം, അതിന് വേഷവാദമാണ്. ഇനി നിങ്ങൾ പറ, അങ്ങനെ വേഷം കിട്ടുന്ന ഒരു ദൈവമാണോ നിങ്ങളുടെ ദൈവം? അങ്ങനെ വേഷം കിട്ടുന്ന ഒരു ദൈവമാണോ നിങ്ങളുടെ ദൈവം? എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. അപ്പൊ സഭ വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്നുള്ളതല്ല, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതിനോട് ഏറെക്കുറെ അടുത്തുള്ള ഒരു വിശ്വാസമാണ് സെബാസ്റ്റ്യൻ ഹോൾഡ് ചെയ്തത്. അദ്ദേഹം തൗഹീദാണ് വിശ്വസിക്കുന്നത്, ഇസ്ലാമിക് തൗഹീദ് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതിനകത്ത് യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ച്, പക്ഷേ മുസ്ലിങ്ങൾ പോലും പറയാത്ത ഒരു കടന്ന കൈയാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. മുസ്ലിങ്ങൾ പിന്നെ അവരുടെ ഔദാര്യത്തിൽ യേശുവിന്റെ ഒരു എറ്റേണൽ എക്സിസ്റ്റൻസ് മുസ്ലിങ്ങൾ കൊടുക്കുന്നു. മുസ്ലിങ്ങളുടെ ആയിട്ടുള്ള പഠനത്തിൽ എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാ, ഇനി കൃത്യമാണോ എന്നറിയത്തില്ല, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. എങ്കിലും ഇസ്ലാം ഈ ഒരു എറ്റേണൽ എക്സിസ്റ്റൻസ് ഒക്കെ യേശുവിന് കൊടുക്കുന്നു. യേശുവിന് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്, അത് ഇറ്റേണലി ഹി വിൽ എക്സിസ്റ്റ് ആസ് ജീസസ് ഹിംസെൽഫ് എന്നൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷെ സെബാസ്റ്റ്യൻ അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ മുസ്ലിങ്ങളെക്കാൾ ഒരു പടി കൂടെ മുന്നിലോട്ട് കടന്നാണ് സെബാസ്റ്റ്യൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സെബാസ്റ്റ്യൻ ഒരു യേശുനാമക്കാരനാണെന്നോ അല്ലെങ്കിൽ യേശുവിന് വേണ്ടി യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പല സാധുക്കളായ ആളുകൾക്കുണ്ട്, അദ്ദേഹത്തിന്റെ അനുയായികൾക്കുണ്ട്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും യേശുവിനെ അംഗീകരിക്കുന്നില്ല. കാരണം യേശുവിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. അതൊരു ഇല്യൂഷൻ മാത്രമായിരുന്നു, ഒരു തോന്നൽ, മായക്കാഴ്ച, മായാവിയായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അത് സത്യവിശ്വാസത്തിന് എതിരാണ്. സത്യവിശ്വാസം വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം മാംസമായി തീർന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ പ്രഥമ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യം തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിന്റെ ഏകപുത്രൻ, സർവ്വലോകങ്ങൾക്ക് മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവൻ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, ദ ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ്, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. ആ ദൈവത്തിൽ, ആ ദൈവപുത്രനിൽ ആണ് സഭ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ അല്ല അദ്ദേഹം പ്രസന്റ് ചെയ്യും. ഈ അടിസ്ഥാനപരമായി ഇത്ര ഗൗരവതരമായ ഉപദേശപെശ ഉണ്ടായിട്ടും അത് സാരമില്ല എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവന്റെ തോളെ കൈയിട്ട് ശുഭപീഡിയക്കലിനെ തല്ലാം എന്ന് ചിന്തിക്കുന്ന മൗഢ്യം പെന്തക്കോസ്തുകാർക്കുണ്ടെങ്കിൽ അവർ ദൈവിക വിഷയങ്ങളെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരിതെല്ലാം വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊന്നും കാര്യമല്ല. നമുക്ക് എങ്ങനെയാലും ദീപസ്തംഭം മഹാ ആശ്ചര്യമാണ്, എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഉള്ളൊരു കാര്യമാണ് ദീപസ്തംഭം മഹാ ആശ്ചര്യം. ഇവരിതെല്ലാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വേണ്ടാത്ത തർക്കങ്ങളും വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ദൈവമാണ്, മൂൺ ഗോഡാണ്, ഇങ്ങനെയൊക്കെ ഇല്ലാത്ത അവകാശവാദങ്ങൾ. അറബ് ക്രിസ്ത്യൻസ് ഒക്കെ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ അള്ളാഹു എന്നാണ് വിളിക്കുന്നത്. നമ്മളെ അറബി ക്രിസ്ത്യാനികളുടെ ഇതിനകത്ത് ഇൻഷാ അള്ളാഹ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്.
പാട്ടുകൾ, ക്രിസ്ത്യൻ പാട്ടുകൾക്കകത്ത് നമുക്ക് അള്ളാഹു എന്ന് കേൾക്കാൻ കഴിയും. ക്രിസ്തീയ ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ മുസ്ലിം തീവ്രവാദ നിലപാടുള്ള രാജ്യങ്ങളിൽ അവരാണ് പറഞ്ഞത് ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന ഇത് ഉപയോഗിക്കരുത്. അപ്പൊ മുഹമ്മദിന് മുമ്പേ മുഹമ്മദിന്റെ പിതാവിന്റെ പേര് തന്നെ അബ്ദുള്ള എന്നാണ്. മുഹമ്മദിന്റെ പിതാവിന്റെ പേര് തന്നെ അബ്ദുള്ള എന്നാണ്. അപ്പൊ അതൊരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടേമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിൽ ദൈവവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു സംഘടിതവും ഗൂഢവുമായ ഒരു പ്രവർത്തനം നടക്കുന്നു. എവിടെയെല്ലാം ദൈവവിശ്വാസം ഉണ്ട് അതിനുവേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രവർത്തനം. ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞു. സത്യത്തിൽ യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാർ ഹമ്പിളായിരിക്കും, എളിമയുള്ളവരായിരിക്കും. പക്ഷെ ഫേസ്ബുക്കിൽ നമ്മൾ ശാസ്ത്ര പുലികളെ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് ചർച്ചകളിലൊക്കെ കുറെ ആളുകൾ ശാസ്ത്രീയമായ ചില പോയിന്റുകൾ ഉപയോഗിച്ച് ബൈബിളിനെ നിരാകരിക്കുക, ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുക, മുസ്ലിങ്ങളെ ദൈവവിശ്വാസത്തെ എതിർക്കുക, പരിഹസിക്കുക. അതിനവർ അവലംബമാക്കുന്നത് ശാസ്ത്രമാണ്. പക്ഷെ ശാസ്ത്ര ചരിത്രത്തിലെ നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് കടുത്ത ഈശ്വരവിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവിശ്വാസം ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ല, ശാസ്ത്ര വളർച്ച ഒരിക്കലും ദൈവനിഷേധമല്ല, ദൈവവിശ്വാസത്തിനെതിരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവവിശ്വാസത്തെ, അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണെങ്കിലും ഹിന്ദുക്കളുടെ വിശ്വാസമാണെങ്കിലും ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണെങ്കിലും ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു സംഘടിതമായ ശ്രമമുണ്ട്. ലോകത്തെല്ലായിടത്തും ഉണ്ട്. യൂറോപ്പിലൊക്കെ അത് ഏറെക്കുറെ അതിന്റെ പൂർത്തീകരണത്തിലെത്തി, ദൈവനിരാസത്തിലേക്ക് എത്തി. ദൈവനിരാസം എന്നത് ഒരു യാഥാർത്ഥ്യമായി. ഇന്ത്യയിൽ ശക്തമായ ഒരു ആത്മീക അന്തർധാരയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അവർ പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ, കാനന ക്ഷേത്രങ്ങൾ, ഈ അടുത്ത കാലത്തൊരു ക്ഷേത്രം പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. 500 വർഷത്തോളം പഴക്കമുള്ള. അതുപോലെ ശബരിമല കാനന ക്ഷേത്രമാണ്. അതിൻ്റെ ആ പവിത്രതയും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ നശിപ്പിച്ചിട്ട് അതിനെ എക്സ്പോസ് ചെയ്ത് അതൊന്നുമല്ല എന്നാക്കി മനുഷ്യരിൽ അവശേഷിക്കുന്ന ഈശ്വര ചിന്തകളെ ഇല്ലാതാക്കുക. അതിനുള്ളൊരു പരിശ്രമമാണ്. അപ്പൊ ആ പരിവർത്തനത്തിന് അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് അതിവേഗം വിധേയപ്പെട്ട മതം ക്രിസ്തുമതമാണ്. ഒന്നാം സ്ഥാനത്ത്. കാരണം ഏറ്റവും പെട്ടെന്ന് വിശ്വാസത്തെ ത്യജിച്ചതും നിരാകരിച്ചതും നിഷേധിച്ചതും തിരസ്കരിച്ചതും ക്രിസ്ത്യാനികളാണ്. ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. ഹിന്ദുക്കൾ അത്രയും വേഗം ത്യജിക്കുന്നില്ല. പക്ഷെ ഹിന്ദുക്കളിലേക്കും ആ തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ചിന്തകൾ, ഭൗതികവാദം, ദൈവനിഷേധം അതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനെ എതിർത്ത് നിൽക്കുന്നതിൽ, ചേർത്ത് നിൽക്കുന്നതിൽ ഏറ്റവും അവസാനം വരെ നിലനിൽക്കാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ വിശുദ്ധ നാടുകൾ, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യാനികളുള്ളൂ നമ്മുടെ ഹോളി ലാൻഡിലൊക്കെ ചെന്ന്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും അതുവഴി സഞ്ചരിക്കുമ്പോഴും ആ ഏൻഷ്യൻ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടേതായ ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഇസ്ലാം ഉള്ളതുകൊണ്ടാണ്. ഇസ്ലാം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ആംബിയൻസ് അനുഭവിക്കാൻ പറ്റും. അതേസമയം ഈ പറയുന്ന പാശ്ചാത്യ സംസ്കാരം അവിടെ അധിനിവേശം നടത്തിയിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും ആ ആംബിയൻസ് ഫീൽ ചെയ്യും. ഇന്നത്തെ അതുപോലെ ആളുകൾ പോകത്തുമില്ല. ആ 2000 വർഷം മുമ്പ് നമ്മൾ അവിടെ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ച് നമ്മൾ വായിച്ച് ഗ്രഹിച്ചറിയുന്ന തരത്തിലുള്ള ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ആ ദൈവവിശ്വാസം ഹോൾഡ് ചെയ്യുന്നതിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾ മറ്റാരേക്കാളും മുമ്പിലാണ്. അവർ ദൈവവിശ്വാസത്തെ പിടിക്കുന്നത്. ആ ദൈവവിശ്വാസത്തെ തകർക്കുന്ന പരിശ്രമങ്ങളിലും ഇവർക്ക് ഒരു ബാലികാറാമലയായിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. അപ്പം നമ്മൾ അവരെ ആക്രമിക്കുന്നതിൽ നിന്നല്ല, നമ്മൾ സത്യവിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്നതിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സത്യവിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതായത് ഈ പറയുന്ന ഇവർ കാണിക്കുന്ന, മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഈ സംവാദം എന്ന തരത്തിൽ കാണിക്കുന്ന ഈ
കോപ്രായങ്ങൾക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല. യാതൊരു ആത്മാർത്ഥതയും. അപ്പോൾ തന്നെ എല്ലാത്തിലെയും നന്മകളെ നമ്മൾ കാണുക. ഹൈന്ദവ വിശ്വാസത്തിലെ ഹിന്ദുക്കളിലെ നന്മകളെ നമ്മൾ കാണുക. ഹിന്ദുക്കളിലെ എത്രയോ നന്മകൾ ഞാൻ ഇതിനോടകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആചാരങ്ങളിലെ, അനുഷ്ഠാനങ്ങളിലെ, പാരമ്പര്യങ്ങളിലെ ധാരാളം മൂല്യങ്ങളും നന്മകളും ഉണ്ട്. അത് പലതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ സ്വാംശീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അങ്ങനെയുള്ള സംസ്കാരങ്ങളെ നിഷേധിക്കുക, അതിനുള്ള ഒരു ഈ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നതോടുകൂടിയാണ് നമുക്കുള്ള ഹിന്ദു ആചാരങ്ങൾ, അയ്യോ അതെല്ലാം പിശാചിൻ്റെതാണ്, അതൊക്കെ നമ്മൾ നിഷേധിക്കണം, അങ്ങനെ അതിനെല്ലാം മാറ്റിക്കളെ. പക്ഷെ അതൊരു സാംസ്കാരിക ധാരയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് കയറിയതാണ്, നമ്മളിലുള്ളതാണ്. നമ്മൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയൊക്കെ അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിലാണ് പ്രചരിപ്പിക്കുന്നു നോക്കണം. അതായത് പാശ്ചാത്യർ കൊണ്ടുവരുന്ന ക്രിസ്തീയ വിശ്വാസം, എന്നിട്ട് ക്രിസ്തീയ വിശ്വാസം തന്നെ പാശ്ചാത്യമാണെന്ന് തോന്നിപ്പിക്കുക. സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസം പൗരസ്ത്യമായ വിശ്വാസമാണ്. അപ്പൊ അത് ഇതിനോട് ചേർന്ന് പൗരസ്ത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആണ് ഞാനിപ്പോ പറഞ്ഞത് ഇസ്ലാമിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. അവര് ദൈവവിശ്വാസം നിലനിർത്താൻ അവർ ആ ദൈവവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദൈവവിശ്വാസം അവർ നിലനിർത്തുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവ്സിനെ അംഗീകരിക്കണം. എന്നാൽ അതോടൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെ റീഡിഫൈൻ ചെയ്യുകയും റീഡിസ്കവർ ചെയ്യുകയും ചെയ്യണം. ട്രൂ ചർച്ചിനെ, ആ ട്രൂ ചർച്ചിന്റെ വിശ്വാസം ഇതാണ്, ഈ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ്. ഈ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനെ നിഷേധിക്കുന്നവരാണ്, അതായത് ക്രിസ്ത്യൻ വിശ്വാസത്തെ നിഷേധിക്കുന്നവനാണ് ഈ വ്യക്തികൾ. അവർ നിഷേധിച്ചിരിക്കുക വളരെ വ്യക്തമായി. ഇൻകാർണേഷനെ നിഷേധിച്ചിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും നന്മകളുണ്ടാകുന്ന, എല്ലാത്തിലും നന്മയുണ്ട്. ആ നന്മകളെ നമ്മൾ സ്വാംശീകരിക്കുക. ഇവാനിയ is waiting there. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കമന്റുകൾ വായിക്കാൻ വിട്ടുപോയി. ക്രിസ്ത്യാനിയോട് അവർക്ക് ചില ക്രിസ്ത്യാനി കരുതും പോലുള്ള താല്പര്യമില്ല എന്ന് എൻ്റെ ജിജി അബ്രഹാം, ഞാൻ ഈ യഹൂദന്മാരുടെ ഇടയിൽ 10 വർഷം താമസിച്ച, അവർ ക്രിസ്ത്യാനികളെ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. I have clearly ബൈബിൾ സൊസൈറ്റിയിൽ ഞാൻ കമന്റ് നോക്കുക, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ ട്രൂ ചർച്ചുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. ആ ട്രൂ ചർച്ച്, അപ്പോസ്തലനായ പൗലോസ് ഏത് ചർച്ചിന്റെ സെർവന്റ് ആയിരുന്നോ ആ ട്രൂ ചർച്ചുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ആ ട്രൂ ചർച്ച് ഇസ്രായേലിന്റെ നേരെ ബന്ധത്തിൽ വന്ന ആ സഭയാണ്. ആ സഭയ്ക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പൈതൃകവും ഒക്കെ ഉണ്ട്. ആ ചർച്ചാണ് യഥാർത്ഥ സഭ. ആ സഭയാണ് കാലാകാലങ്ങളിൽ ദുരുപദേശങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തതും വിശ്വാസത്തെ നിർവചിച്ചതും ആ വിശ്വാസ പ്രമാണത്തെ നമുക്ക് ഏൽപ്പിച്ചതും. ആ ചർച്ചാണ് ട്രൂ ചർച്ച്. ആ ട്രൂ ചർച്ചിലാണ് നമ്മൾ അംഗമായിരിക്കേണ്ടത്. ഇതെല്ലാം ഹെരസീസ് ആണ്. ജസ്റ്റ് ഹെരസീസ്. അപ്പൊ ഇത്രമാത്രം ഹൈലി
ഹെററ്റിക്കായ ഈ സെബാസ്റ്റ്യനാണ് ദൈവമാതാവിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വരുന്നത്. അതൊരു കോമഡി ആയിട്ട് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാത്തത്. പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട്, അതിന്റെ വിമർശനത്തിന് മറുപടി കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഈ നമ്മൾ അതിനകത്ത് മറുപടി കൊടുത്തിട്ട് അർത്ഥമില്ല. കാരണം അടിസ്ഥാന വിശ്വാസത്തിൽ ഇത്രയേറെ ഹെററ്റിക്കായ ഒരാൾ പിന്നെ എന്ത് പറയുന്നതിനകത്ത് നമ്മൾ മറുപടി പറയാൻ പോയിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ആ അടിസ്ഥാന വിശ്വാസമാണ് ഉറപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഈ സെബാസ്റ്റ്യന് മറുപടി കൊടുക്കാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞോട്ട് അദ്ദേഹം വിശുദ്ധ കുർബാനെ പറ്റി പറഞ്ഞു, പരിശുദ്ധ മാതാവിനെ പറ്റി പറഞ്ഞു. എന്നാൽ പരിശുദ്ധ മാതാവിനെ പറ്റി വിശുദ്ധ കുർബാനെ പറ്റി പറയാൻ അവൻ എന്ത് കാര്യം? അവന്റെ അടിസ്ഥാന വിശ്വാസം ഇല്ലല്ലോ. ദൈവം ആരാണെന്നുള്ളതിൽ ബോധമില്ല, ക്രിസ്തു ആരാന്നുള്ളതിൽ ധാരണയില്ല. അപ്പം ക്രിസ്തുവിനെ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താർത്ഥം? ആ ഒരാളുമായിട്ട് സഹകരിച്ച് അവിടെ പോയിരുന്ന് എന്നെ ചീത്ത പറയാൻ ഈ മാത്യു ചെമ്പുകണ്ടത്തിലെ പോലെയുള്ള ആളുകളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് മിയ ഫൈസിറ്റിസം അത്രേ ഉള്ളൂ. കമന്റുകൾക്കകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് മനസ്സിലാക്കുക. നമ്മളതുകൊണ്ട് ഇനിയിപ്പം ക്രിസ്തുമസിന്റെ സീസൺ വരികയാണ്. കഴിഞ്ഞ ക്രിസ്തുമസിന്റെ നമ്മൾ ഇൻകാർണേഷനെ പറ്റി പറഞ്ഞിരുന്നു. ഈ വർഷം നമ്മൾ കൂടുതലായിട്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇൻകാർണേഷനെ ധ്യാനിക്കുക. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് ബർത്ത്, ആ ഹോൾ ലൈഫിനെയാണ്, കർത്താവിന്റെ ജീവിതത്തെ മുഴുവനായിട്ടാണ് സഭാപിതാക്കന്മാർ ഇൻകാർണേഷൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇൻകാർണേറ്റഡ് വേർഡ്, വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. ഹി ടാബർനാക്കിൾഡ് എമംഗ് അസ്, അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് വസിച്ചു. അപ്പൊ ആ മുഴുവൻ പ്രവർത്തനങ്ങളെയും കൂടെ ചേർത്താണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻകാർണേഷനെ നിഷേധിക്കുന്ന ഇത് എത്ര സീരിയസ് ഹെരസിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹൈലി ഹെററ്റിക് ആണ് ഈ സെബാസ്റ്റ്യൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മാതാവിനെ പറ്റി പറയുന്നതിനോ കുർബാനെ പറ്റി പറയുന്നതിനോ ഒന്നും യാതൊരു വാലിഡിറ്റി ഇല്ല, യാതൊരു അർത്ഥവും ഇല്ല. കുർബാനെ പറ്റി പറയുന്നേ ഒരർത്ഥവും ഇല്ല, യാതൊരു അർത്ഥവും ഇല്ല. പിന്നെ നമ്മൾ അതിനകത്ത് സംസാരിച്ചിട്ടില്ല. അവർ ആദ്യം ആ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ, ദൈവം എന്നതിൽ അവർ ക്ലാരിറ്റി വരുത്തുക. ദൈവം എന്നതിൽ ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നെങ്കിൽ നമ്മൾ അവരെ സത്യവിശ്വാസികളായിട്ട് അംഗീകരിക്കും. തുടർന്ന് അവർക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജെക്ഷൻ ഇപ്പൊ കുർബാനയുടെ കാര്യത്തിലോ മാതാവിന്റെ കാര്യത്തിലോ ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യുക. അതിനകത്തൊരു സന്തോഷമുണ്ട്. അത് സത്യവിശ്വാസികളുമായിട്ടാണ് അത് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ശരിയായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മാതാവിന്റെ മധ്യസ്ഥത്തെക്കുറിച്ചോ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കും, ഒരു പ്രയാസവും ഇല്ല. അടിസ്ഥാനപരമായി ദൈവത്തിൽ വിശ്വസിക്കാത്ത ക്രിസ്തു നിഷേധിയായ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഈ ഹൈലി ഹെററ്റിക് ആയിരിക്കുന്ന ഈ ആളോടിരുന്നാണോ മാതാവിനെ കുറിച്ച് സംസാരിക്കേണ്ടത്? കാരണം മാതാവിനെ അവർ നിഷേധിക്കുന്നതിന് ഇൻകാർണേഷനെ നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾ, പ്രേക്ഷകർ, നിങ്ങൾ ചോദിച്ചതിനാണ് ഈ മറുപടി പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഹൈലി ഹെററ്റിക് ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. താങ്ക് യു. Bafarto kul hadwasiho lididam bamarto moriam siho oroyem bafarto kul hadwasiho lididam bamarto moriam siho
Shubaholaalo Habaraumo, Laravo Shaino Vashilomo, Shubaholaalo Bamaraumo, Laravo Shaino Vashilomo, Hadu Solagule Volmo, Yonesko Shafiro, Shabaruno Tomo, Lalo Shariro, Forukorabo, Yonesko Shafiro, Shabaruno Tomo, Lalo Shariro, Forukorabo, Shubaholaalo Bamaraumo, Laravo Shaino Vashilomo, Shubaholaalo Bamaraumo, Laravo Shaino Vashilomo, Hadu Solakule Volmo, Min Raume Eloe, Smar Hailavoso, Min Umukoe Tahtoe, Roavoso, Min Raume Eloe, Smar Hailavoso, Min Umuke Tahtoe, Roavoso, Shubaholaalo Bamaraumo, Laravo Shaino Vashilomo, Shubaholaalo Bamaraumo, Laravo Shaino Vashilomo, Hadu Solakule Volmo, Hadu Solakule Volmo. Thank you. Bye.